ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാറിൻ്റെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്മൾ ശിരസ്കരായി നിന്നുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ഒരു സ്വപ്ന നാടകം അഥവാ എത്ര ദുഃഖമയം ലോകം. ജോഹാൻ അഗസ്റ്റ് സ്ട്രെയിൻബർഗ് മൂലരചന നടത്തി പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാർ വിവർത്തനം ചെയ്ത് അവതരിപ്പിക്കുന്ന സാഹിതി സഖ്യത്തിൻ്റെ നാടകമാണ് ഒരു സ്വപ്ന നാടകം എന്ന നാടക പാരായണം. സ്വീഡിഷ് നാടകകാരൻ, കവി, അതിലുപരി നോവലിസ്റ്റ്, ഉപന്യാസകാരൻ എന്നീ നിലകളിൽ വളരെയധികം ഖ്യാതി നേടിയ സ്വീഡിഷ് നാടകകാരനാണ് ജോഹാൻ ആഗസ്റ്റ് സ്ട്രെയിൻബർഗ്. 60-ൽ പരം നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിസ്മയകരമായ കാര്യം. പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ പാണ്ഡിത്യത്തിൻ്റെ പരമമായ പ്രതിഫലനം ഈ നാടകത്തിൻ്റെ വിവർത്തനത്തിലൂടെ മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏവരും സമ്മതിക്കുന്ന കാര്യമാണ്. പ്രതീകാത്മകമായ കഥാപാത്രങ്ങളെ കൊണ്ടും പ്രമേയം കൊണ്ടും ഈ ഭൂമി എത്ര ദുഃഖമയമാണെന്ന് നമുക്ക് കാട്ടി തരുന്നതാണ് ഈ നാടകം. വാസ്തവത്തിൽ 2 കഥാപാത്രങ്ങളേ ഉള്ളൂ. ഒന്ന് സ്വർഗം, മറ്റൊന്ന് ഭൂമി. ഈ നാടകത്തെ സംബന്ധിച്ച് അതാണ് ആമുഖമായി പറയുന്നത്. 2 കഥാപാത്രങ്ങൾ, ഒന്ന് സ്വർഗം, മറ്റൊന്ന് ഭൂമി. പിന്നെ എങ്ങനെ ഇത്രയും കഥാപാത്രങ്ങൾ വന്നു എന്ന് എൻ്റെ ബഹുമാന്യ പ്രേക്ഷകർ, ശ്രോതാക്കൾ ആശങ്കയോടെ നോക്കുണ്ടായി. ഇവിടെ സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ദ്രപുത്രി നാടകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്വർഗലോകത്ത് നിന്നും ഭൂമിയിൽ പതിച്ച ഇന്ദ്രപുത്രി ഭൂമിയിലെ മനുഷ്യവർഗം എങ്ങനെയായിരിക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞ് തിരികെ സ്വർഗമണ്ഡലം പോകുന്നതാണ് നാടകത്തിൻ്റെ ബാഹ്യരേഖ. മാനവരാശി അനുഭവിക്കുന്ന ദുഃഖങ്ങളും അശാന്തിയുമെല്ലാം ഈശ്വരസന്നിധിയിൽ നിവേദനം ചെയ്ത് അവരിൽ ദൈവകാരുണ്യം ചൊരിയണമെന്ന കവിയുടെ അഭ്യർത്ഥന സഹതാപപൂർവം കൈക്കൊണ്ട ശേഷമാണ് ഇന്ദ്രപുത്രി മടങ്ങിപ്പോകുന്നത്. ഉദ്യോഗസ്ഥനും വക്കീലും കവിയും പ്രമുഖ കഥാപാത്രങ്ങളായി ഇന്ദ്രപുത്രിയോടൊപ്പം നിൽക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു സവിശേഷത. മറ്റു കഥാപാത്രങ്ങളുടെ പ്രാധാന്യത്തോടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയുമെന്ന് ഞാൻ കരുതുന്നു. 50-ലേറെ കഥാപാത്രങ്ങളുള്ള ഈ നാടകം 21 കഥാപാത്രങ്ങളിലേക്ക് ചുരുക്കേണ്ടി വന്നു എന്നുള്ളതും അസ്വതന്ത്രതയുടെ ഒരു സത്യമായിട്ട്, ദുഃഖസത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒതുക്കി കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടി വരുന്നു. പല കഥാപാത്രത്തെയും നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അപ്രധാനമായിട്ടുള്ള കഥാപാത്രം. നമ്മുടെ നാടക പാരായണം ആരംഭിക്കുകയാണ്. ദീർഘമായി ഒന്നും പറയുന്നില്ല. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കണമെന്ന് എന്നോട് നിർബന്ധപൂർവം അനുസരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സാറാണ്. സാറ് പറഞ്ഞ ഒരു വാചകം, അദ്ദേഹത്തിൻ്റെ ഈ നാടകം മാത്രമാണ് പാരായണം ചെയ്യാനുള്ളത്, അത് ഒരു പരീക്ഷണാർത്ഥം നമുക്ക് ഈ വേദിയിൽ വിജയപ്രദമായി അവതരിപ്പിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, സാർ നമുക്ക് മറ്റൊരു നാടകം. സാറ് പറഞ്ഞു, അല്ല, ഈ നാടകം തന്നെ നമുക്കിവിടെ പാരായണം ചെയ്യണം. അങ്ങനെയാണ് ഈ നാടകം പാരായണം ചെയ്യാനുള്ള സൗകര്യം ഡോക്ടർ എഴുമറ്റൂർ സാർ, ബഹുമാനായ എഴുമറ്റൂർ സാറിനോടുള്ള ഞങ്ങളുടെ സാഹിതി സഖ്യത്തിൻ്റെ നന്ദിയും കടപ്പാടും. ഒപ്പം അനുഗ്രഹീത സാന്നിധ്യം കൊണ്ട് എസ് രാധാകൃഷ്ണൻ സാർ, ലീലാ പണിക്കർ ചേച്ചി, അനന്തപുരം രവിചേട്ടൻ തുടങ്ങി, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, തുടങ്ങി എനിക്ക് ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ എന്നോട് സഹകരിച്ചിട്ടുള്ളവരും ഇനി സഹകരിക്കുന്നവരും നല്ല മനസ്സുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ഒരു സ്വപ്ന നാടകം അഥവാ എത്ര ദുഃഖമയം ലോകം. അവതരണം സാഹിതി സഖ്യം അംഗങ്ങൾ അനുഗ്രഹിച്ചാലും.
എവിടെയാണ് നീ വത്സേ? എവിടെ? ഇവിടെ ഉണ്ടച്ചാ, ഇവിടെ. നിനക്ക് മാർഗഭ്രംശം സംഭവിച്ചു പോയി കുഞ്ഞെ. സൂക്ഷിച്ചുകൊള്ളൂ, നീ നിപതിക്കുകയാണ്. നിനക്കെങ്ങനെ ദിഗ്ഭ്രമമുണ്ടായി? ഉപരിവായു പ്രപഞ്ചം വിട്ട് ഒരു വലാഹത്തെ വാഹനമാക്കി വിദ്യുല്ലതയുടെ ഗതിമാർഗത്തെ പിന്തുടർന്നു ഞാൻ. മേഘമെങ്ങനെയോ താണു, ഞങ്ങളിതാ വീഴുകയായി. സമുന്നതനായ പിതാവേ ഇന്ദ്ര, ഞാൻ ഏതു പ്രദേശത്താണിപ്പോൾ? ഇവിടെ എന്തി അത്യുഷ്ണം, ശ്വസിക്കാൻ എത്ര പ്രയാസം. ദ്വിതീയ ലോകം പിന്നിട്ട് നീ തൃതീയ ലോകം പോകി. പ്രഭാത താരയ്ക്കപ്പുറമെത്തി. ശുക്രഗ്രഹത്തെ അതിക്രമിച്ചു നീ ഭൗമാന്തരീക്ഷം പ്രാപിക്കുകയായി. അവിടെ അതാ തുലാരാശി, ആദിത്യൻ്റെ സപ്തമ ഭവനം, ദിനരാത്രങ്ങൾ സമീകൃതമാകിയ ശാരദ സംക്രമരേഖയിൽ ശുക്രൻ കാവലാളായി നിൽക്കുന്നു. അച്ഛൻ ചൊല്ലിയ ഭൂമി അതാണോ? സോമസവിത്രി അമൃതരശ്മി ചുരത്തി തമസകറ്റിയ ഏകാന്ത വിരസം ഗ്രഹം. ശൂന്യ നവച്ചര ഗോളങ്ങളിൽ മറ്റൊന്നിനുമില്ലേർ ഘനവും സാന്ദ്രിമയും. അർക്കമരീചികൾ ഒരു കാലത്തും എത്തുകയില്ലേ അവിടെ? ഉണ്ട്, അല്പം മാത്രം. പക്ഷേ എല്ലാ കാലവും ഇല്ല. ഈ വെൺമേഘത്തിലിതാ ഒരു വിള്ളൽ എനിക്ക് കാണാകുന്നു. താഴെ കാഴ്ചകൾ. എന്താണ് ആ കാഴ്ചകൾ വത്സേ? കാണുന്നത് സൗന്ദര്യം, ഹരിതവനങ്ങൾ, നീല ജലധികൾ, മഞ്ഞു പൊതിഞ്ഞ മാമലകൾ, മഞ്ഞ വയലുകൾ. ബ്രഹ്മസൃഷ്ടിയിൽ മാത്രമുള്ള ഒരു സൗന്ദര്യം. ഇതിലും എത്രയോ സുന്ദരമെന്ന് പണ്ടേക്ക് പണ്ട് കാലം ജന്മമെടുത്തന്ന്. പിന്നെ ചിലത് സംഭവിച്ചു. നിയുക്ത ഭ്രമണപഥത്തിനെന്തോ കുലുക്കവുമാവാം, മറ്റെന്തോ ആകാം. പ്രക്ഷോഭത്തിൽ നിന്നുളവായി നിരോധ്യമായോരപരാധം. എനിക്കിപ്പോൾ കേൾക്കാകുന്നു അധോതലത്തിലെ ശബ്ദങ്ങൾ. ഏത് തരം ജീവികളാവാം ആ ഗ്രഹത്തിൽ വസിക്കുന്നോർ? താണിറങ്ങിക്കാണൂ വത്സേ ഈശ സൃഷ്ടിയിലെ സാധു ശിശുക്കളെ. ഞാൻ ദുഷിക്കയില്ല. ആ ശബ്ദം കേട്ടിട്ട് എന്തോ പോലെ അതൃപ്തിയുടെ ഒരു മുഴക്കമുണ്ടതിൽ. എനിക്കും അങ്ങനെ തോന്നി. അതൃപ്തിയാണ് അവരുടെ മാതൃഭാഷ. അതെ, പ്രയാസമാണ് ഈ ഭൂവാസികളെ സന്തോഷിപ്പിക്കാൻ. ഏറ്റവും നന്ദി കെട്ടൊരു വർഗം. നിർദ്ദയം അങ്ങനെ അരുളി ചെയ്യരുതേ. അപ്പോൾ ഞാൻ കേൾക്കുന്നത് സുഖപ്രലാപങ്ങൾ, വെടിയൊച്ചകൾ, ഇടിരടിതങ്ങൾ. കാണുന്നത് ശോഭാതരളുന്ന ജ്യോതിസുകൾ. മണികൾ മുഴങ്ങുന്നു, അഗ്നികൾ ഉയരുന്നു, ആയിരം ആയിരം ആരവങ്ങൾ. ദൈവത്തിന് സ്തുതി നന്ദികൾ ആലപിക്കുന്നു. വളരെയേറെ കഠിനമല്ലേ ഭുവനവാസി ജനങ്ങളെപ്പറ്റി അച്ഛൻ കൽപ്പിക്കുന്ന വിധി? എന്നാൽ താഴെ ചെല്ലൂ. അവിടെ കണ്ടും കേട്ടുമറിഞ്ഞും തിരികെ പോന്നിട്ട് പറയൂ, പരാതിക്കും മുറുമുറുപ്പിനും അവസരമുണ്ടോ എന്ന്. സദാ ക്രന്ദനവും പരിദേവനവും എന്തിനാണെന്ന്. ശരി, ഞാൻ പോകാം താഴെ. അവർക്കിടയ്ക്ക് അച്ഛൻ കൂടെ പോരുകയില്ലേ എന്നോടൊപ്പം? ഇല്ല, ഇല്ല, എനിക്കവിടെ ശ്വസിക്കുക വയ്യ. മേഘമിതാ താഴുകയായി. ഭൂമി എത്ര അടുത്തായി! എന്തൊരു ശ്വാസം മുട്ടലാണിവിടെ. വായുവില്ല ശ്വസിക്കുവാൻ, പുകയുമേറുമേയുള്ളൂ. ഈ ഭാരം എന്നെ ഞെരിച്ച് താഴ്ത്തുന്നു, താഴെ താഴെ വലിച്ചിഴയ്ക്കുന്നു. ചരിഞ്ഞു മറിയുകയോ ചുറ്റിത്തിരയുകയോ? ഏറ്റവും നല്ലത് തൃതീയ ലോകമോ? ആർക്കങ്ങനെ പറയാനാവും? ഏറ്റവും നല്ലതൊരിക്കലുമല്ല, ഏറ്റവും ചീത്തയുമില്ല. ധൂളിയാണ് അതിന് പേര്. ഗ്രഹയൂഥത്തിൽ മറ്റുള്ളവ പോൽ ഇതും കറങ്ങുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ജനത്തിന് തലക്കറക്കം എളുപ്പം വരിക. തനി മൗഢ്യത്തിനും ഉന്മാദത്തിനും ഇടയ്ക്കൊരവസ്ഥ. ധൈര്യം അവലംബിക്കൂ കുഞ്ഞേ. ഇതൊരു പരിശോധനയോ പരീക്ഷയോ മാത്രം. ഞാനിതാ താഴുകയായി.
രംഗം 1 കഴിഞ്ഞു. 1 ബിയിലേക്ക് കടക്കുന്നു. ഈ ദുർഗമന്ദിരം ഭൂമിയിൽ നിന്ന് മുറയ്ക്ക് വളർന്നുകൊണ്ടേയിരിക്കുന്നു. നീ കാണുന്നില്ലേ ഇതെത്ര കണ്ടു വളർന്നു പോയി 1 വർഷത്തിനകം? ഈ കോട്ടമന്ദിരം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല. വളരെ കേട്ടിട്ടില്ലേ, മനോഹരമായിരിക്കുന്നു. പക്ഷേ കാണുന്നു 6 അടി വളർന്നിട്ടുണ്ട്. വളമാണ് ഇതിന് കാരണം. നല്ലപോലെ നോക്കൂ, വെയിൽ തട്ടുന്ന വശത്ത് ഒരു ചിറക് മുളച്ചിട്ടുണ്ട്. മധ്യവേനൽ കഴിഞ്ഞതുകൊണ്ട് അത് വേഗം പുഷ്പിക്കുകയില്ലേ? അവിടെ ഉയരെ കാണുന്നത് പൂവാണല്ലോ, കാണുന്നില്ലേ? ഉണ്ട്, കാണുന്നു. പറഞ്ഞു തരൂ അച്ഛാ, എന്താണ് കാരണം അഴുക്കിൽ നിന്ന് ഈ പൂക്കൾ മേലേക്ക് ഉയരാൻ? പൂക്കൾ അഴുക്കിൽ വായിക്കാൻ കഴിയില്ലല്ലോ. അതാണ് വിടർന്ന് വിലയിക്കാൻ വിധം വെളിച്ചത്തിന് മോഹിക്കുന്നത്. മന്ദിരത്തിലെ അന്തേവാസികൾ ആരെന്നറിയാമോ? ഒരിക്കൽ ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷേ ഇപ്പം മറന്നുപോയി. ആരെയോ തടവിലിട്ടുണ്ട് അവിടെ. തീർച്ചയായും അയാൾ എന്നെ കാത്തിരിക്കുകയാവും, ഞാൻ മോചിപ്പിക്കാൻ വേണ്ടി. അതിനെന്തും സഹിക്കേണ്ടി വരും. സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ആരും ലാഭചേതകൾ ഗണിക്കുകയില്ല. നമുക്ക് ഈ കോട്ടയ്ക്കുള്ളിൽ പോകാം. ശരി, നമുക്കതിൻ്റെ അകത്ത് കിടക്കാം. രംഗം 2 ഇന്ദ്രപുത്രി ഉദ്യോഗസ്ഥൻ. അരുത്, അത് ചെയ്യരുത്. പ്രിയപ്പെട്ട ആഗ്നസ്, കത്തി എൻ്റെ കയ്യിലിരിക്കട്ടെ. വേണ്ട, നിങ്ങൾ ആ മേശ നശിപ്പിക്കും. കുതിരക്കോപ്പ് മുറിയിൽ ചെന്ന് ജനാലകൾക്ക് ചില്ലിടും. നമുക്ക് പിന്നെ കാണാം. സ്വന്തം വീട്ടിൽ തടവുകാരൻ നിങ്ങൾ. ഞാൻ വന്നത് നിങ്ങളെ മോചിപ്പിക്കാൻ. നീ വരുന്നതും കാത്തിരുന്നു ഞാൻ, പക്ഷേ വരുമെന്ന് തീർച്ചയുണ്ടായിരുന്നില്ല. സുശക്തമാണ് ഈ ദുർഗമന്ദിരം. 7 മതിലുകളുണ്ടതിന്. എന്നാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് സ്വതന്ത്രനാകാൻ ആഗ്രഹമുണ്ടോ? സത്യം പറയട്ടെ, എനിക്കറിയില്ല. ഞാൻ എന്ത് തിരഞ്ഞെടുത്താലും അതിനർത്ഥം കഷ്ടത എന്നാണ്. പ്രിയപ്പെട്ട ആഗ്നസ്, എനിക്ക് നിന്നെ കാണാനൊത്താൽ മതിയാകും. ഇവിടത്തെ പോലെ ജീവിതം സഹിച്ചുകൊള്ളാം ഞാൻ. നിങ്ങൾക്കെന്നിൽ എന്തുണ്ടെത്ര കാണാൻ? ഞാൻ നിന്നിൽ കാണുന്നത് പ്രപഞ്ചലയമായ സൗന്ദര്യം. സൗരയൂഥത്തിൻ്റെ ചലനത്തിലും വീണാതന്ത്രികളുടെ വിമോഹന നാദത്തിലും പ്രകാശത്തിൻ്റെ സുന്ദര സ്പന്ദനങ്ങളിലും മാത്രമേ നിന്റെ രൂപലാവണ്യത്തിനു സദൃശ്യമായി എന്തെങ്കിലുമുള്ളൂ. ദിവ്യഗോളങ്ങളുടെ സന്താനമല്ലോ നീ. നിങ്ങളും അങ്ങനെയല്ലോ. എങ്കിൽ എന്തിന് കുതിരയെ രക്ഷിച്ചും ലായം സൂക്ഷിച്ചും വൈക്കോൽ വിരിപ്പുകൾ അടിച്ചുവാരിയും ഞാനിങ്ങനെ ഇവിടെ കഴിയണം? അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ഇച്ഛ നിങ്ങൾക്കുണ്ടെങ്കിൽ. ഇച്ഛയില്ലാഞ്ഞിട്ടാണോ? അതിനൊത്ത് പ്രവർത്തിക്കാനാണോ പ്രയാസം? പക്ഷേ കടമയില്ലേ അവനവനോട്? പകൽവെട്ടത്തിൽ സ്വതന്ത്രനാവാൻ നമ്മുടെ ധർമ്മം അതല്ലേ? ധർമ്മമോ? എന്നോട് അനുഷ്ഠിക്കേണ്ട ധർമ്മം ജീവിതം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളോട് ജീവിതം അനീതി കാട്ടിയെന്നാണോ ധാരണ? അതെ, അനീതി തന്നെ കാട്ടി. രംഗം 3 അച്ഛൻ, അമ്മ, ഉദ്യോഗസ്ഥൻ, ലീന, ഇന്ദ്രപുത്രി എന്നീ കഥാപാത്രങ്ങൾ. നിനക്കിത് വേണ്ടേ? എനിക്ക് പട്ടുടുപ്പോ പ്രിയതമ? കുഴിയിൽ കാലി നീട്ടിയ എനിക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഡോക്ടർ പറയുന്നത് നീ വാസ്തവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതും, പക്ഷേ എനിക്ക് ഏറ്റവും അധികം വിശ്വാസം എൻ്റെ ഉൾവിളിയെ തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഗുരുതരമാണോ നിന്റെ രോഗനില? ആദ്യം എപ്പോഴും നിനക്ക് നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അവർ എനിക്ക് എല്ലാം അല്ലേ. എൻ്റെ ജീവൻ, ഞാൻ ജീവിച്ചിരിക്കാൻ ഏക കാരണം, എൻ്റെ ആനന്ദം, എൻ്റെ വേദനകൾ. ക്രിസ്റ്റീന, പൊറുക്കൂ എൻ്റെ വീഴ്ചകളെല്ലാം. ഞാൻ പൊറുക്കുകയോ? എന്തിനു വേണ്ടി? പക്ഷേ എൻ്റെ പ്രിയതമ, എനിക്ക് മാപ്പ് തരൂ. നാം ഇരുവരും അന്യോന്യം ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. എന്തിന്? നമുക്ക് വിവരിക്കാനാവാത്ത എന്തോ ഒന്നാണത്.
മറ്റൊരു പോംവഴിയില്ലായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. ഇതാ കുഞ്ഞുങ്ങൾ, അവർക്ക് പുതിയ വസ്ത്രങ്ങൾ. ആഴ്ചയിൽ 2 തവണ ബുധനും ശനിയും അവർ അത് മാറുന്നോ എന്ന് ശ്രദ്ധിക്കൂ. ലൂയിസ് അവരെ അവരുടെ ദേഹം മുഴുവൻ കുളിപ്പിക്കുന്നുണ്ടോ എന്നും. എന്താ, പുറത്തു പോകുന്നുണ്ടോ? എനിക്ക് 11 മണിക്ക് ഒരു അധ്യാപക യോഗത്തിന് പോകണം. പോകും മുമ്പ് ആൽഫ്രഡിനെ എൻ്റെ അടുത്തൊന്ന് വരാൻ പറയുമോ? നോക്കൂ പ്രിയതമേ, ഇതാ നിന്റെ നേർമുമ്പിൽ തന്നെ അവനുണ്ട്. എൻ്റെ കണ്ണുകൾ പോലും എന്നെ തോൽപ്പിക്കുന്നത് ചിന്തിക്കുമ്പോൾ. അതെ, ഇരുട്ട് കയറുകയാണ്. ഇവിടെ വരൂ ആൽഫ്രഡ്. ആ പെൺകുട്ടി ഏതാണ്? അറിയില്ലേ? അത് ആഗ്നസ്. ഓ, അത് ആഗ്നസ് അല്ലേ? കേട്ടിട്ടുണ്ടോ നീ ആളുകൾ പറയുന്നത്? അവൾ ഇന്ദ്രപുത്രിയാണത്രേ. മനുഷ്യജീവികൾ പരമാർത്ഥത്തിൽ ജീവിക്കുന്നതും പെരുമാറുന്നതും എങ്ങനെയെന്ന് അറിയാനായി ഭൂഗമനത്തിന് അനുമതി തേടി അവൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചത്രേ. പക്ഷേ ഈ വിവരം നീ ആരോടും പറയരുതേ. നാഗത്തിൻ്റെ നന്ദിനി. അതെ, അത് തന്നെ അവൾ. എൻ്റെ ഓമനെ ആൽഫ്രഡ്, ഞാൻ എടുത്തു തന്നെ നിന്നെ വിടും, മറ്റു കുട്ടികളെയും. പക്ഷേ ഞാൻ പോകും മുമ്പ് എൻ്റെ ജീവിതം മുഴുവനും നീ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അറിയിക്കാനുണ്ട്. എന്താണമ്മേ? എന്താണ്? പറയൂ. ഇതാ ഈ വാക്കുകൾ മാത്രം. ഒരിക്കലും നീ ഈശ്വരനോട് പിണങ്ങരുത്. അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീവിതം ദ്രോഹിക്കുകയും ചതിക്കുകയും ചെയ്തു എന്ന വിചാരവുമായി നീ കഴിയരുത്. പക്ഷേ ലോകം എന്നോട് അനീതിപൂർവ്വം പെരുമാറുമ്പോൾ? പിൽക്കാലത്ത് എവിടെ നിന്നോ തിരികെ കിട്ടിയ ഒരു നാണയം കട്ടെടുത്തെന്ന കുറ്റം ചുമത്തി അന്യായമായി നിന്നെ ശിക്ഷിച്ച സംഭവമാണ് നീ സൂചിപ്പിക്കുന്നത്. അതെ, ആ ഒരു അനീതിയാണ് എൻ്റെ ജീവിത ലക്ഷ്യം അന്ന് മുതൽക്കേ വികടമാക്കിയത്. അങ്ങനെ ആവാം. പക്ഷെ നീ ഇപ്പോൾ ആ അലമാരിയിൽ നോക്കൂ. അപ്പോൾ അമ്മയ്ക്കറിയാം അത് അല്ലേ? ദി സ്വിസ് ഫാമിലി റോബിൻസൺ. അതിനാണ്. അത് പറയരുത്, അരുത്. ആ പുസ്തകം കാരണമാണ് നിന്റെ സഹോദരനെ ശിക്ഷിച്ചത്. അതിൽ നിന്ന് നീയാണ് താളുകൾ വലിച്ചു കീറിയത്, എന്നിട്ട് ഒളിച്ചു വെച്ചത്. ഈ അലമാര ഇപ്പോഴും ഇവിടെ ഇരിക്കേണ്ടത് ഓർക്കുമ്പോൾ 20 വർഷത്തിന് ശേഷം പലതവണ ഞങ്ങൾ വീട് മാറിയിട്ടും എൻ്റെ അമ്മ 10 വർഷം മുമ്പ് മരിക്കുകയും ചെയ്തു. അതിനല്ല ഇതുമായിട്ട് എന്ത് ബന്ധം? നിനക്കെല്ലാറ്റിനെയും പറ്റി ചോദ്യം ചോദിക്കുകയേ വേണ്ടൂ. നമുക്ക് നൽകാൻ ജീവിതത്തിൻ്റെ പക്കലുള്ള ഏറ്റവും നല്ല വസ്തുക്കളെല്ലാം നീ നശിപ്പിക്കുന്നത് അതിനാലാണ്. അതാ ലീന. എന്താ പറ്റാത്തത് കുഞ്ഞെ? അമ്മേ, എനിക്ക് അമ്മയോട് എത്ര നന്ദി പറയാനുണ്ടെന്നോ. പക്ഷേ ആ ജ്ഞാനസ്നാനത്തിന് പോകാൻ എനിക്ക് പറ്റുകയില്ല അമ്മേ. എന്താ പറ്റാത്തത് കുഞ്ഞെ? എനിക്ക് ഉടുത്തു കൊണ്ടുപോകാൻ വസ്ത്രമൊന്നുമില്ല. എൻ്റെ വസ്ത്രങ്ങൾ തരാം ഇപ്പോൾ തന്നെ. അയ്യോ, അത് വേണ്ട, അത് പാടില്ല. പാടില്ലാത്തതെന്ത് മനസ്സിലാവുന്നില്ല. ഞാൻ ഇനിയൊരു വിരുന്നിന് പോവുകയുണ്ടാവില്ല. അച്ഛൻ എന്ത് പറയും? അത് അച്ഛൻ തന്നതല്ലേ? എത്ര ക്ഷുദ്ര മനസ്കർ. ഞാൻ നിനക്ക് തന്ന പട്ടുടുപ്പ് ഈ വേലക്കാരി പൊന്നിന് ഉടുക്കാൻ കൊടുക്കുകയോ? ഈ വിധമൊന്നും പറയരുത്. ഓർത്തു നോക്കൂ, വേലക്കാരി പെണ്ണായിരുന്നു ഞാനും ഒരിക്കൽ. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ നിങ്ങൾ എന്തിനിങ്ങനെ അപമാനിക്കുന്നു? നിന്റെ ഭർത്താവിനെ നീ എന്തിനു നീരസപ്പെടുത്തുന്നു? നമ്മുടെ ഈ ജീവിതം മനസ്സിൻ്റെ നന്മ കൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാവും ഒരാൾ അത് ചീത്തയായും നിന്ദ്യമായും കാണാൻ. ഒരാൾക്കൊരു ഗുണം ചെയ്യുന്നത് കണ്ടാൽ മറ്റൊരുത്തനും മനോവ്യഥയാകും. ഈ ജീവിതം സഹതപിക്കുക തന്നെ വേണം മനുഷ്യവംശത്തോട്. ഇങ്ങനെയോ നിന്റെ വിചാരം? അതെ, കഠിനമത്രേ ജീവിതം ഇവിടെ. പക്ഷേ സ്നേഹമെല്ലാം കീഴടക്കി ജയിക്കുന്നു. വന്ന് കണ്ടാലും. രംഗം 4. ഇന്ദ്രപുത്രി, കാവൽക്കാരി, പരസ്യം പതിപ്പുകാരൻ, സ്ത്രീ, ഉദ്യോഗസ്ഥൻ എന്നീ കഥാപാത്രങ്ങൾ. നക്ഷത്രപ്പുള്ളിയുള്ള കാവൽക്കാരിയുടെ കിടക്കവിരിയുടെ
പണി ഇനിയും തീർന്നില്ലേ? ഇല്ല ഇല്ല എൻ്റെ കൊച്ചുചങ്ങാതി, 26 കൊല്ലം അത്ര നീണ്ട കാലമൊന്നുമല്ല ഇത്തരമൊരു വേലയ്ക്ക്. നിന്റെ കാമുകൻ ഒരിക്കലും മടങ്ങി വന്നില്ലേ? ഇല്ല, പക്ഷേ അത് ആ ആളിൻ്റെ കുറ്റം കൊണ്ടല്ല. ആ മനുഷ്യന് പോകേണ്ടി വന്നു. പാവം, 30 വർഷം മുമ്പാണത്. ഇവൾ നൃത്തനാടക സംഘത്തിലായിരുന്നു അല്ലേ? അവിടെ ആ നാടകശാലയിൽ ആ സംഘത്തിൽ അവളായിരുന്നു മെച്ചം. പക്ഷേ അയാൾ പോയപ്പോൾ അവളുടെ നൃത്തമാടിയ കാലുകൾ കൂടി കൊണ്ടുപോയി കളഞ്ഞതുപോലായി. കുറച്ചു നാൾക്കകം അവളുടെ തൊഴിൽ നിലയ്ക്കുകയും ചെയ്തു. മനുഷ്യരൊന്നും ചെയ്യുന്നില്ല, പരാതി പറയുകയല്ലാതെ. അതവരുടെ കണ്ണുകളിൽ കാണാം, വേദന ശബ്ദത്തിലും. അത്ര വലിയ പരാതിയൊന്നും എനിക്കില്ല. ഒരു മീൻ വലയും പച്ച നിറത്തിലെ മീൻകുളവും ഞാൻ സ്വന്തമായി നേടിയതിൽ പിന്നെ തീർച്ചയായുമില്ല. അത്രയും കൊണ്ട് നിനക്ക് സന്തോഷമായോ? ആയി, പെരുത്ത സന്തോഷം. കുട്ടിനാളിലേ കണ്ടു തുടങ്ങിയ സ്വപ്നമാണത്. ഇന്നെൻ്റെ സ്വപ്നം സത്യമായി. വയസ്സ് 50 കഴിഞ്ഞിട്ടെങ്കിലും. ഒരു മീൻ വലയ്ക്കും ഒരു മീൻകുളത്തിനും 50 വർഷം. പച്ച നിറമുള്ള മീൻകുളം, പച്ച നിറത്തിലെ... നിന്റെ ഷാളൊന്ന് തരൂ, ഞാൻ ഇവിടെ ഇരുന്ന് മനുഷ്യപുത്രരെ നോക്കി കാണട്ടെ. നീ എന്നെ പിറകിൽ നിന്ന് സഹായിക്കൂ. ഇന്നാണ് ഇക്കുറിയുള്ള പ്രദർശനം അവസാനിക്കുന്നത്. അതോടെ നാടകശാല അടച്ചിടും. ഇന്നറിയാം വീണ്ടും അവർക്ക് തൊഴിൽ ലഭിക്കുമോ എന്ന്. തൊഴിൽ കിട്ടാത്തവരെന്ത് ചെയ്യും? ദൈവം എനിക്ക് മാപ്പ് തരട്ടെ. എനിക്കിവരെ കാണുന്നത് വെറുപ്പാണ്. ഈ ഷാളുകൊണ്ട് ഞാൻ മുഖം മറയ്ക്കും. ഞാൻ പാവപ്പെട്ട മനുഷ്യജീവികൾ. നോക്കൂ, ഇതാ അവരിലൊരുത്തി. തിരഞ്ഞെടുത്തവരിൽ അവളില്ല. അവൾ കരയുന്നത് കണ്ടില്ലേ? മനുഷ്യനോട് സഹതപിക്കുക തന്നെ വേണം. പക്ഷേ ഇതാ ഇവിടെ നോക്കൂ, സന്തുഷ്ടനായ മനുഷ്യൻ എങ്ങനെ ഇരിക്കുമെന്ന്. വിവാഹത്തിന് പ്രതിശ്രുതൻ മിസ് വിക്ടോറിയയുമായി. വിക്ടോറിയ, മിസ് വിക്ടോറിയ നിമിഷത്തിനകം ഇവിടെ എത്തും. ഭേഷ്. വാഹനമതാ കാത്തു നിൽക്കുന്നു. തീന്മേശ ഒരുക്കിയിരിക്കുന്നു. നുരഞ്ഞ നറുവീഞ്ഞ് ഐസിലിരിക്കുന്നു. വനിതകൾ നിങ്ങളെ ആശ്ലേഷിക്കാൻ ഞാൻ കൊതിക്കുന്നു. ഹാ, ഭേഷ്, കാത്തിരിക്കാൻ ഞാൻ. എന്നെ അറിയുമോ? അറിയില്ല. ഒരു സ്ത്രീയെ മാത്രമേ ഞാൻ അറിയൂ, മിസ് വിക്ടോറിയ. 7 വർഷമായി ഞാൻ അവളെ കാത്തിരിക്കുകയാണ്. ഇവിടെ കാത്തിരിപ്പ്. നട്ടുച്ചയ്ക്ക് സൂര്യരശ്മികൾ പുകക്കുഴലുകൾക്ക് മുകളിൽ തട്ടുമ്പോൾ, പ്രദോഷ സന്ധ്യ നിശീഥിനിയുടെ ഇളം കറുപ്പ് വിരിക്കുമ്പോൾ, നോക്കൂ, ഇവിടെ കാണാം ഈ നടവഴിയിൽ ഈ ഉള്ളവൻ്റെ ദൃഢനിഷ്ഠനായ കാമുകന്റെ കാലടിപ്പാടുകൾ. സബാഷ്, അവൾ എന്നേതാണ്. വിക്ടോറിയ, ശരി, അവൾ അണിഞ്ഞൊരുങ്ങുകയാണ്. ഓ, അതാണ് തൻ്റെ മീൻവല അല്ലേ? നാടകശാലയിൽ എല്ലാവർക്കും കമ്പമാണ് മീൻവലയിൽ എന്ന് വെച്ചാൽ മത്സ്യത്തിൽ. കാരണമോ, മിണ്ടാപ്രാണിയാണല്ലോ മത്സ്യം. അതിന് പാടാൻ കഴിയില്ലല്ലോ. ഇതുപോലൊന്നുണ്ടാക്കി കിട്ടാൻ എന്ത് ചെലവാകും? കുറച്ചധികം ചെലവ് വരും. വിക്ടോറിയ, നോക്കൂ വിക്ടോറിയ, ഇത് വീണ്ടും പച്ച പിടിക്കുന്നു. 8ാമത്തെ തവണ. വിക്ടോറിയ, ഇപ്പോൾ അവൾ മുടി ചീകുകയാണ്. എൻ്റെ പ്രിയ ശ്രീമതി, ദയവ് ചെയ്ത് അനുവദിക്കൂ മുകളിൽ പോയി എൻ്റെ വധുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ. രംഗവേദിയുടെ പിന്നിൽ പോകാൻ ആർക്കുമില്ല അനുവാദം. 7 വർഷമായി ഞാൻ ഈ വഴിയിൽ മുറ തെറ്റാതെ വരാൻ തുടങ്ങിയിട്ട്. 7 പ്രാവശ്യം 365 ആകുമ്പോൾ 2555. 2555 തവണ ഞാൻ ഈ വാതിലിലൂടെ നോക്കിയിട്ടുണ്ട്. ഓ, അതേപ്പറ്റി ഒന്നും എനിക്കറിയില്ല. ഞാനത് തുറന്ന് കണ്ടിട്ടേയില്ല. കാഴ്ചയ്ക്ക്
അതൊരു കലവറയിലേക്കുള്ള വാതിൽ പോലുണ്ട്. കലവറയിലെ വാതിലിൽ തുരന്നുണ്ടാക്കിയ ചെറിയ വട്ട സുഷിരങ്ങൾ, 4 ത്രിപർണിയുടെ ആകൃതി. പക്ഷേ നാടകശാലയിൽ അടുക്കളയില്ലാത്ത സ്ഥിതിക്ക് അവിടെ എന്തിന് കലവറ? വിക്ടോറിയ, പറയൂ പ്രിയ ശ്രീമതി, അവൾക്ക് മറ്റൊരു വഴിയെ പോകാൻ കഴിഞ്ഞിരിക്കില്ലല്ലോ. ഇല്ല ഇല്ല, മറ്റൊരു വഴിയില്ല. എന്നാൽ എനിക്കവളെ കാണുക തന്നെ വേണം. അധികം താമസിയാതെ അവൾ ഇങ്ങെത്തുമെന്ന് തീർച്ച. ഹേ ശ്രീമതി, ആ കാണുന്നതാണ് വത്സനാഭി പൂവ്. ഞാൻ കുട്ടിനാളിലെ കണ്ടിട്ടുണ്ട് ആ പൂവ് അവിടെ. അതേ പൂവ് തന്നെയാണോ? 7 വയസ്സുള്ള കാലത്ത് ഗ്രാമത്തിലെ പുരോഹിത ഭവനത്തിൽ ഞാൻ ഉണ്ടായിരുന്നത് ഓർക്കുന്നു. വത്സനാഭിയിൽ 2 പ്രാവുകളുണ്ട്. അതിൻ്റെ പത്തിക്കടിയിൽ 2 നീലപ്രാവുകൾ. അപ്പോൾ ഒരു തേനീച്ച പറന്നു വന്ന് പത്തിക്കടിയിൽ കയറി. ഞാൻ ഉള്ളിൽ കരുതി, ഞാനിപ്പോൾ നിന്നെ പിടികൂടുമെന്ന്. എന്നിട്ട് കൈകൾ കൊണ്ട് പൂവിന് ചുറ്റും പൊത്തി. ഇതളിലൂടെ ഈച്ച കയ്യിൽ കുത്തി. ഞാൻ കരയാൻ തുടങ്ങി. പിന്നെ പുരോഹിതന്റെ ഭാര്യ എൻ്റെ കയ്യിൽ നനമണ്ണ് പുരട്ടി വേദന അകറ്റി. പിന്നെ ഞാവൽ പഴവും പാൽപ്പാടയുമായിരുന്നു അത്താഴത്തിന്. ഇരുട്ടായി കഴിഞ്ഞെന്ന് തോന്നുന്നു. താനിപ്പോൾ ഇവിടെ പോകുന്നു? അത്താഴത്തിന് വീട്ടിൽ പോകുന്നു. അത്താഴമോ? ഈ സമയത്തോ? ഞാൻ അകത്ത് ചെന്ന് വളരും കോട്ടയിലേക്ക് അല്പനേരം ടെലിഫോൺ ചെയ്തോട്ടെ. നിങ്ങൾക്ക് അവിടവുമായിട്ട് എന്താണ് ഇടപാട്? ഇരട്ടജാലകത്തിന്റെ പുറം കതകിൽ ചില്ലിടണമെന്ന് കണ്ണാടി പണിക്കാരനോട് പറയണം. അടുത്ത് തന്നെ തണുപ്പ് കാലമാകും. ഞാൻ ജലദോഷം കൊണ്ട് കഷ്ടത സഹിക്കുകയാണ്. ആരാണ് ഈ മിസ് വിക്ടോറിയ? അവൾ ഈ ആളിന്റെ പ്രിയതമയാണ്. നീ പറഞ്ഞതിൽ സത്യമുണ്ട്. അവൾ നമുക്ക് മറ്റാളുകൾക്കും എന്തോ, അതിനൊരർത്ഥവുമില്ല അയാൾക്ക് അവൾ എന്താണോ അതാണ് യഥാർത്ഥത്തിൽ അവൾ. ഇന്ന് കാലേ കൂട്ടി ഇരുട്ടായി. നിമിഷങ്ങൾ പോലെയാണ് ദേവന്മാർക്ക് വർഷങ്ങൾ. ഞങ്ങൾ മനുഷ്യർക്ക് നിമിഷം വർഷം പോലെ. അവൾ ഇനിയും വന്നില്ലേ? ഇല്ല. അവൾ വരും, എനിക്ക് നിശ്ചയമുണ്ട്. അവൾ വരും. അതെ, വിരുന്ന് വേണ്ടെന്ന് വെക്കുകയാണ് ഭേദം. ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചു. അതെ, അങ്ങനെ തന്നെ ചെയ്യാം. ആ ഷാൾ ഇനി ഇങ്ങ് തരാമോ? ഇല്ല, കുറച്ചിടെ നീ മനോഭാരം ഇളക്കൂ. നിന്റെ ജോലികൾ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കാവുന്നത്ര പഠിക്കണം ജീവിതത്തെയും മനുഷ്യരെയും പറ്റി. അവർ പറയുന്നത്ര കഠിനമാണോ വാസ്തവത്തിൽ ജീവിതമെന്ന് നേരിട്ടറിയുക തന്നെ വേണം. പക്ഷേ ഇവിടെ ആർക്കും ഒരു നിമിഷം വിശ്രമമില്ല. പകലോ രാത്രിയോ ഒരു പോള കണ്ണടയ്ക്കാൻ അവസരമുണ്ടാവില്ല. ഉറക്കമില്ലേ രാത്രിയിലും? ഉണ്ട്. കൈക്കുഴയിൽ മണിയുടെ ചരടും ചുറ്റിക്കൊണ്ട് അത് നിർവഹിക്കാമെങ്കിൽ. എന്തെന്നാൽ രാത്രി മുഴുവനും പാറാവുകാരാണ് രംഗത്ത്. 3 മണിക്കൂർ തോറും അവരെ മാറ്റിക്കൊണ്ടുമിരിക്കും. എന്നാൽ അത് പീഡനമാണ്. ഓ, അങ്ങനെ കരുതിക്കോളൂ. പക്ഷേ ഇത്തരമൊരു പദവി ലഭിച്ചതിൽ വമ്പിച്ച സന്തോഷമാണ് ഞങ്ങൾക്കെല്ലാം. ആളുകൾക്ക് എന്നോട് എത്ര അസൂയാണെന്നോ. അസൂയ? പീഡിതരോട് അസൂയപ്പെടുക? രാത്രിയിലെ ഉറക്കമിളക്കലിനെയും കഴുതഭാരം ചുമലിനെയും ജാഡ്യത്തെയും നിർവികാരതയെയും കാൾ കഠിനമെന്ന് ഞാൻ പറയട്ടെ. ഇവിടത്തെ ഭാഗ്യം കെട്ടവർ സാന്ത്വനം അർപ്പിക്കുന്ന വിശ്വാസങ്ങൾ സമസ്തവും കൈക്കൊള്ളേണ്ടി വരിക. എനിക്ക് വേണ്ടി വരുന്നത് പോലെ അവരെല്ലാം എൻ്റെ അടുത്ത് വരുന്നു. എന്തിന്? ഒരുപക്ഷേ എൻ്റെ മുഖച്ചുളിവുകളിൽ മുൻകാല ദുരിതങ്ങളുടെ അക്ഷരമാല അവർ വായിക്കുന്നുണ്ടാവും. അതുകൊണ്ടാവാം ഹൃദയരഹസ്യങ്ങൾ എന്നിൽ ഭദ്രമായി നിക്ഷേപിക്കാൻ അവരൊരുമ്പെടുന്നത്. കഴിഞ്ഞ 30 കൊല്ലം ഞാനും അവരും പേറിയ തീവ്രവേദനകൾ, കൊടിയ നിരാശതകൾ, രഹസ്യ വിശ്വാസങ്ങൾ, അവയാണ് എൻ്റെ പ്രിയപ്പെട്ടവളെ ആ ഷാളിൽ നിറച്ചിട്ടുള്ളത്.
കടുത്ത ഭാരമാണിതിന്. കൊടുത്തുവോ പോലെ ഇത് നീട്ടുന്നു. ഇഷ്ടമെങ്കിൽ അത് ധരിച്ചുകൊള്ളൂ. ധരിക്കാൻ കഴിയാത്ത വിധം ഭാരം തോന്നുന്നെങ്കിൽ എന്നെ വിളിക്കൂ. ഞാനുടനെ മോചനം നൽകാം. നന്മ വരട്ടെ. നിനക്ക് സഹിക്കാൻ കഴിവതല്ല, എനിക്ക് തീർച്ചയായും കഴിയും. നമുക്ക് കണ്ടറിയാം. എൻ്റെ പാവപ്പെട്ട യുവസ്നേഹിതരോട് സദയം പെരുമാറൂ. അവർ ആവലാദികളുമായി വരുമ്പോൾ അക്ഷമ കാട്ടരുതേ. രംഗം 5. ഉദ്യോഗസ്ഥൻ, പരസ്യം പതിപ്പുകാരൻ, ഇന്ദ്രപുത്രി കഥാപാത്രങ്ങൾ. ഓഹോ, നിങ്ങളാണോ? നിങ്ങളുടെ മീൻ വലയും കൊണ്ട് എന്താ നല്ല കോള് കിട്ടിയോ ഇന്ന്? അല്ല, ഇതുവരെ ഇതുവരെ കണ്ടിട്ടില്ല. ഉവ്വ്, കിട്ടിയെന്ന് വേണം പറയാൻ. ഇളം ചൂടുള്ള വെയിൽ, ഏറ്റമുള്ള പകൽ വലയും. ചീത്തയല്ല, പക്ഷെ എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുവോ അത്രത്തോളം കോള് നന്നായില്ല. എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുവോ അത്രത്തോളം നന്നായില്ല. കൊള്ളാം, നല്ല പ്രയോഗം. എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവോ അങ്ങനെ ഒന്നും നടക്കില്ലെന്നേ. വിചാരം പ്രവൃത്തിയേക്കാൾ വലുതായതുകൊണ്ട്, ഭൗതികമായി ഏതിനേക്കാൾ വലുതായതുകൊണ്ട്. അവൾ ഇനിയും താഴെ വന്നില്ലേ? ഇല്ല, ഇതുവരെയും. പക്ഷേ ഇനി താമസമുണ്ടാവില്ല. ആ വാതിലിന് പിറകിൽ എന്തുണ്ടെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഇല്ല, അത് തുറന്ന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അകത്തു പോവുകയാണ് ടെലിഫോൺ ചെയ്യാൻ. അത് തുറക്കാൻ ഒരു പൂട്ടുകൊല്ലനെ വിളിക്കണം. എന്തായിരുന്നു മീൻവലയ്ക്ക് കുഴപ്പം? എന്തായിരുന്നു കുഴപ്പം? ശരിക്കു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അതെങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുവോ അത്രയ്ക്ക് കൃത്യമായി ഒത്തില്ല. അതുകൊണ്ട് എൻ്റെ ആദ്യ സന്തോഷം നൈരാശ്യത്തിൽ കലാശിച്ചെന്ന് പറയാം. ആ വല വാങ്ങിച്ചപ്പോൾ എന്ത് പ്രതീക്ഷിച്ചു? ഞാൻ എന്ത് പ്രതീക്ഷിച്ചു എന്തോ എനിക്കറിയില്ല. എന്നാൽ ഞാൻ പറയട്ടെ, അത് എന്തല്ലാതായി തീർന്നോ അതാകണമെന്ന് പ്രതീക്ഷിച്ചു. അത് പച്ച നിറത്തിലാകണമെന്ന് നിങ്ങൾ ആശിച്ചു. പക്ഷേ കിട്ടിയതോ ആശിച്ച അതേ തരം പച്ചയല്ല താനും. ശ്രീമതി, നിങ്ങൾ ശരിക്കും നേരെ തന്നെ വിരൽ ചൂണ്ടി. നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ പ്രാരബ്ധ ചുമടും ഭേസി നിങ്ങളുടെ അടുത്തോടി വരുന്നത്. എനിക്ക് പറയാനുള്ളത് കൂടി അല്പസമയം കേൾക്കണമേ എന്നാണ് എൻ്റെ അപേക്ഷ. എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. വരൂ, പറയൂ, ഹൃദയം എന്നിലേക്ക് പകരൂ. രംഗം 6. ഉദ്യോഗസ്ഥൻ, പെണ്ണ്, സങ്കീർത്തകൻ, പ്രോംപ്റ്റർ, പോലീസുകാരൻ, ഒപ്പം കണ്ണാടിക്കാരൻ. മിസ് വിക്ടോറിയ ഇനിയും പോയില്ലേ? ഇല്ല, പോയിട്ടില്ല. എന്നാൽ ഞാൻ കാത്തിരിക്കും. അവൾ താഴെ വരുമെന്ന് തീർച്ചയാണല്ലോ. വരും, സംശയമില്ല. പൊയ്ക്കളയരുത്. ഈ വാതിലിന് പിന്നിൽ എന്തുണ്ടെന്ന് കാണാം. പൂട്ടുകൊല്ലനെ കൊണ്ടുവരാൻ ആളയച്ചിരിക്കുകയാണ്. ആ വാതിൽ തുറന്നു കാണാൻ യഥാർത്ഥത്തിൽ രസമുണ്ട്. ആ വാതിലും വളരുംകോട്ട മന്ദിരവും. വളരും മന്ദിരം എന്തെന്നറിയാമോ? അറിയുമോ എന്ന് അവിടെ തടവിൽ കിടന്ന ആളിനോട് ചോദിക്കുകയാണ്. ഉള്ളതാണോ ഇത്? അത് നിങ്ങളായിരുന്നോ? എന്നാൽ പറയൂ, അവിടെ അവർക്ക് എന്തിനാണ് ഇത്ര വളരെ കുതിരകൾ? എന്തിനെന്നോ, അതൊരു ലായം കോട്ടയാണ്. എന്ത് വിട്ടി ഞാൻ അറിയേണ്ടിയിരുന്നു. മിസ് വിക്ടോറിയ ഇനിയും പോയില്ലേ? ഇല്ല, ഇനിയും പോയിട്ടില്ല. അവൾ ഒരിക്കലും പോവുകയില്ല. പോകാത്തത് അവൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. വാതിൽ തുറക്കാൻ പൂട്ടുകൊല്ലൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ പോകരുത്. വാതിൽ തുറക്കാൻ പോവുകയാണോ? അത് കാണാൻ ഏറ്റവും രസമുണ്ട്. കാവൽക്കാരിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. മിസ് വിക്ടോറിയ ഇനിയും സ്ഥലം വിട്ടില്ലേ? ഇല്ല, സ്ഥലം വിട്ടതായി എനിക്കറിയില്ല. കണ്ടോ, അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ?
പിന്നെ നിങ്ങൾ പോകരുത്. ഈ വാതിൽ തുറക്കാൻ പോവുകയാണ്. ഏത് വാതിൽ? ഒന്നിൽ കൂടുതൽ വാതിലുണ്ടോ സുഹൃത്തെ ഇവിടെ? എനിക്ക് മനസ്സിലായി, ത്രിവർണിയില സുഷിരമുള്ളത്. എന്നാൽ തീർച്ചയായും എനിക്ക് നിൽക്കണം. എനിക്ക് ആ കാവൽക്കാരിയോട് ഒരു വാക്ക് പറയാനുണ്ട്. നിങ്ങളാണോ പൂട്ടുകൊല്ലൻ? അല്ല, പൂട്ടുകൊല്ലൻ ഞാൻ വരാൻ പറ്റുകയില്ല. പക്ഷേ എനിക്ക് തന്നെ ആ പണി ചെയ്യണമെന്ന കാര്യമെന്ന് തോന്നുന്നു. ഞാൻ കണ്ണാടിപ്പണിക്കാരനാണെങ്കിലും. ശരി, പക്ഷെ നിങ്ങൾ വൈരക്കല്ല് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, വൈരക്കല്ലില്ലാത്ത കണ്ണാടിപ്പണിക്കാരനോ? നിങ്ങൾ എന്ത് വിചാരിച്ചു? അത് പോട്ടെ, നമുക്ക് പണി ആരംഭിക്കാം. പൂട്ടുകൊല്ലനോ കണ്ണാടി പണിക്കാരനോ, നിങ്ങൾ കൃത്യം ചെയ്യൂ. ഇത്തരമൊരു നിമിഷം ഒരാളിൻ്റെ ആയുഷ്കാലത്ത് കൂടെ വരാറില്ല. അതിനാൽ എൻ്റെ നല്ല സ്നേഹിതരെ, ചിന്ത നിർത്തുക, സൂക്ഷിച്ച് ചിന്തിക്കുക. നിയമത്തിൻ്റെ പേരിൽ ഞാൻ വിലക്കുന്നു, ആ വാതിൽ തുറക്കരുത്. ഈശ്വര, ഇതെന്തൊരു കോലാഹലമാണ്! മഹനീയവും നവീനവുമായ എന്തെങ്കിലും ഒരാൾ ചെയ്യാൻ തുനിയുമ്പോൾ നമുക്ക് ഈ കാര്യം കോടതിയിൽ ബോധിപ്പിക്കണം. ഞാനൊരു നിയമജ്ഞനെ കാണാം. നിയമം എന്തു പറയുന്നു എന്നപ്പോൾ അറിയാമല്ലോ. ഞാൻ വക്കീലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. രംഗം 7. വക്കീൽ, ഇന്ദ്രപുത്രി, ഉദ്യോഗസ്ഥൻ കഥാപാത്രങ്ങൾ. സഹോദരി, ആ ഷാൾ ഞാൻ എടുത്തോട്ടെ? അത് ഞാൻ അകത്തു തൂക്കിയിടാം, സ്റ്റൗവിൽ തീ കത്തിക്കുന്നത് വരെ. പിന്നീട് അതിലുള്ള വേദനകളും ദുരിതങ്ങളും ഉൾപ്പെടെ ഞാൻ ചുട്ടരിച്ചു കളയാം. നിശ്ചയമായും സഹതാപാർഹൻ തന്നെ മനുഷ്യൻ, സംശയമില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മിസ് വിക്ടോറിയ ഇനിയും പോയിട്ടില്ലേ എന്നറിയണമെന്നേ ഉള്ളൂ. ഇല്ല, അവൾ പോയിട്ടില്ല. നിങ്ങൾക്കത് ഉറപ്പിക്കാം. പക്ഷേ നിങ്ങൾ എന്തിനാണ് എൻ്റെ ഉള്ളറയിൽ ഒളിഞ്ഞു നോക്കുന്നത്? ശരിക്കും ഈ വാതിൽ അതുപോലെ? വേണ്ട വേണ്ട വേണ്ട. പിന്നെ പട്ടണത്തിൽ ഇന്നൊരു ശവമടക്കുണ്ടോ? ഇല്ല. ഇന്ന് സർവകലാശാലയിലെ ബിരുദദാന ദിനമാണ്. അവർ ഡോക്ടറേറ്റ് ബിരുദം നൽകുന്നു. അവർ ഇന്ന് എനിക്ക് നിയമത്തിന് ഡോക്ടറേറ്റ് ബിരുദം തരികയാണ്. ഒരു ബിരുദം നേടാനും ദലകിരീടം ചൂടാനും നിങ്ങൾക്കും ആഗ്രഹമില്ലേ? എനിക്ക് വിരോധമില്ല. കുറഞ്ഞ പക്ഷം ഒരേ ഒരു വിചാരവുമായി കഴിയുന്ന മനസ്സിന് അതിൽ നിന്നൊരു മോചനവുമാവുമല്ലോ. ശരി, എന്നാൽ അമാന്തിക്കേണ്ട. ആഘോഷത്തിൽ സംബന്ധിക്കാൻ നമുക്ക് തയ്യാറാവാം. നിങ്ങൾ വീട്ടിൽ പോയി അവസരത്തിനൊത്ത വേഷമണിയും. രംഗം 8 ആരംഭിക്കുന്നു. ഇന്ദ്രപുത്രി, വക്കീൽ, സ്ത്രീ, പുരുഷൻ. ഇതൊരു ഭ്രാന്തലോകം തന്നെയാണല്ലോ. ഇവിടുത്തെ 4 വിജ്ഞാന ശാഖകൾ നോക്കൂ. സമൂഹത്തെ കാത്തുപുലർത്തുക കർത്തവ്യമാക്കേണ്ട ഭരണകൂടം വേണമല്ലോ ഈ 4 ശാഖകളിൽപ്പെട്ടവർക്കും വേതനം നൽകാൻ. ദൈവശാസ്ത്രത്തെ തത്വശാസ്ത്രം തുടരെ ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. എല്ലാ അറിവിൻ്റെയും വിവേചന ശക്തിയുടെയും മൂലശിലയാണ് തത്വശാസ്ത്രമെന്ന് അത് സ്വയം പ്രഖ്യാപിക്കുന്നു. തത്വശാസ്ത്രവുമായി ഒരിക്കലും സ്വരച്ചേർച്ചയില്ലാത്ത വൈദ്യശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയതാവകാശത്തെ ഖണ്ഡിച്ച് അത് ശുദ്ധമേ അന്ധവിശ്വാസം ആണെന്ന് നിന്ദിക്കുന്നു. എന്നിട്ടും സർവകലാശാലയെക്കുറിച്ച് ബഹുമാനം പഠിപ്പിക്കേണ്ട കടപ്പെട്ട വിദ്വൽ സമിതിയുടെ ഘടകങ്ങളാണ് ഈ 4 ശാഖകളും. നിങ്ങളിതിനെ ഭ്രാന്തെന്നല്ലാതെ എന്ത് വിളിക്കും? യുക്തിബോധവും സുബുദ്ധിയും ആദ്യം വീണ്ടു കിട്ടുന്നവൻ്റെ കാര്യമാണ് മഹാകഷ്ടം. അതാദ്യം മനസ്സിലാക്കിയത് ദൈവശാസ്ത്രക്കാരാണ്. ഒരു പ്രാരംഭ വിഷയമെന്ന നിലയിൽ അവർ തത്വശാസ്ത്രം പഠിക്കുന്നു. തത്വശാസ്ത്രം അവരെ പഠിപ്പിക്കുന്നതോ ദൈവശാസ്ത്രം നിരർത്ഥകമെന്ന്. പിന്നെ അവർ ദൈവശാസ്ത്രം അഭ്യസിക്കുമ്പോൾ പഠിക്കുന്നത് തത്വശാസ്ത്രം നിരർത്ഥകമെന്നും. ഇതെല്ലാം കിറുക്കല്ലെങ്കിൽ മറ്റെന്ത്? ഇനിയുമുണ്ട് നീതിശാസ്ത്രം. അധ്വാനിക്കുന്നവരൊഴിയെ മറ്റേവരുടെയും ഭൃത്യം.
നീതിക്ക് നിയമത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ആയുഷ്കാലം മുഴുവനും മുദ്രയടിക്കാം. ന്യായത്തെ അപഹസിക്കുന്ന നീതി. മനുഷ്യവംശ സന്തതികളെ, നിങ്ങൾ വരുത്തിവെച്ച സ്വയം കൃതാനർത്ഥം എത്ര ദുഃഖകരം. കേവലം കുഞ്ഞുങ്ങളത്രേ നിങ്ങളെല്ലാം. ഇവിടെ വരൂ, ഞാൻ നിങ്ങൾക്കൊരു ദലകിരീടം നൽകാം, നിങ്ങൾക്ക് കൂടുതൽ ഇണങ്ങുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ കിന്നരം വായിക്കാം. സനാതനനായോനേ, സനാതനനായോനേ, ദൈവമേ കരുണ കാണിക്കണമേ. കരുണ കാണിക്കണമേ. നിന്റെ കരുണ ഞങ്ങളെ കരുണയുണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ കോപം നിന്റെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാതിരിക്കണമേ. നിന്റെ കോപം ഞങ്ങളിൽ പതിക്കാതിരിക്കണമേ. ഈശ്വര കരുണയുണ്ടായിരിക്കണമേ. രംഗം 9 കടക്കുന്നു. വക്കീൽ ഇന്ദ്രപുത്രി. മർത്യപരിദേവനത്തിന് ചെന്നെത്താവുന്ന സീമയാണിത്. ഇനി ഇതിനപ്പുറമില്ല. പക്ഷേ എന്തിനീ അന്തമറ്റ മുറവിളി? ജീവിതത്തിൽ സന്തോഷത്തിന് തെല്ലും വകയില്ലേ? ഉണ്ട്, മറ്റേതിലുമുപരി മധുരമായ ഒന്ന്. എന്നാൽ ഏതിലുമധികം കയ്പു നിറഞ്ഞത് പ്രേമം. ഒരു ഭാര്യയും ഒരു ഗൃഹവും, ഏറ്റവും ഉദാത്തവും ഏറ്റവും പൊള്ളയും. ആ പരീക്ഷണത്തിന് സ്വയം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പമോ? അതെ, നിങ്ങളോടൊപ്പം. ചതിക്കുടികളും വഴിക്കടമ്പകളും നിങ്ങൾക്കറിയാം. അതിൽ നിന്നെല്ലാം നമുക്ക് അകന്നു കഴിയാം. ദരിദ്രനാണ് ഞാൻ. അതുകൊണ്ടെന്ത്? ഒന്നേ ഒന്ന് പ്രധാനം, നമ്മുടെ പരസ്പര പ്രേമം. നമുക്ക് വേണ്ട വിലയ്ക്ക് കിട്ടും തുച്ഛ സൗന്ദര്യം. എനിക്ക് അപ്രിയങ്ങളും വെറുപ്പുകളുമുണ്ട്. നിനക്കത് പ്രിയങ്കങ്ങളും ദാക്ഷിണ്യവുമാവും. വിട്ടുവീഴ്ചയും ഭേദഗതിയും നമുക്ക് വേണ്ടിവരും. നാം അന്യോന്യം വഴിവഴങ്ങി കൊടുക്കുകയും വേണം. നമുക്ക് തമ്മിൽ മടുപ്പുണ്ടായാൽ നിത്യഹരിതമായ ആനന്ദമായിരിക്കും നമ്മുടെ കുഞ്ഞ് നമുക്കായി കൊണ്ടുവരുന്നത്. നീ എന്നെ സ്വീകരിക്കുമോ? ഈ നിസ്വനെ, ഈ വിരൂപനെ, നിന്ദിതനെ, നിരാകൃതനെ, ജുഗുപ്സിതനും അവഹേളിതനുമായ ഈ എന്നെ? ഉവ്വ്. നമുക്ക് നമ്മുടെ ഭാഗധേയങ്ങളെ ഇണക്കി ഒന്നാക്കാം. അങ്ങനെ ആവട്ടെ. രംഗം 10 ക്രിസ്റ്റീൻ, ഇന്ദ്രപുത്രി, വക്കീൽ, ഉദ്യോഗസ്ഥൻ. ഞാൻ ഒട്ടിക്കുകയാണ്, ഞാൻ ഒട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നീ വായു അകത്ത് കടക്കാതെ അടയ്ക്കുകയാണ്. എനിക്ക് ശ്വാസം മുട്ടുന്നു. ഇനി എനിക്ക് ചോർച്ചയുള്ള ഒരിടം കൂടിയേ ഉള്ളൂ ഒട്ടിക്കാൻ. വായു എനിക്കിവിടെ ശ്വസിക്കാൻ വയ്യ. ഞാൻ ഒട്ടിക്കുകയാണ്, ഒട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവനെ, ഞാനിവിടെ ഈ വായുവേറ്റ് മരിക്കും. ഞാൻ ആകെ കാണുന്നത് പുറകുവശത്തെ മുറ്റം മാത്രം. ആകെ കേൾക്കുന്നത് കുട്ടികളുടെ കരച്ചിൽ മാത്രം. എത്രയോ മണിക്കൂറുകൾ ഞാൻ ഉറങ്ങാതെ കിടക്കുന്നു. പരസ്പരം കലഹിച്ചും കുറ്റപ്പെടുത്തി വെളിയിൽ ആളുകൾ അവസാനമില്ലാതെ പുലമ്പുന്നത് ഞാൻ കേൾക്കുകയും വേണം. ഓ, മരണമല്ലാതെ മറ്റൊന്നും എനിക്ക് ശേഷിച്ചിട്ടില്ല. വെളിച്ചം കിട്ടാത്ത, വായു കിട്ടാത്ത എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു പുഷ്പമേ, എന്നിട്ട് നമ്മേക്കാൾ വഷളായ അവസ്ഥയിൽ പലരുമുണ്ടെന്ന് പറയുകയും നന്നേ പാവപ്പെട്ട ഈ മനുഷ്യർ അവസാനമറ്റ ഈ ഒട്ടിപ്പ്. ഞാൻ ഒട്ടിക്കുകയാണ്, ഞാൻ ഒട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹോ, ആ കുമിളയുടെ കിരികിരിപ്പ് നിങ്ങളെൻ്റെ ഹൃദയം ഞെക്കി പിഴയുകയാണോ എന്ന് തോന്നിക്കുന്ന
ആ ശബ്ദം. ഞാൻ തിരിക്കുകയും മുറുക്കുകയും ചെയ്യുന്നു. ഞാൻ തിരിക്കുകയും മുറുക്കുകയും ചെയ്യുന്നു. ദയവ് ചെയ്തരുത്. ഞാൻ തിരിക്കുകയും മുറുക്കുകയും ചെയ്യുന്നു. അരുത്. ഞാൻ എന്നെ അനുവദിക്കൂ. തീർച്ചയായും നിങ്ങൾക്കൊരു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് അറിയാവുന്നതിനാൽ ഇപ്പോൾ ജീവിതത്തിലെ സർവവും എൻ്റെ മുമ്പിലുണ്ട്. എല്ലാ വഴികളും എനിക്ക് തുറന്നിരിക്കുന്നു. വിദ്യാദേവതയുടെ അധിവാസ ഗിരിശൃംഗം ഞാൻ പൂക്കി. ദലകിരീടം നേടി. കീർത്തിയും അമരത്വവും എനിക്ക് ലഭിച്ചു. ഈ ലോകം എൻ്റേതായി. എന്തിനെ ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്? ആശ്രയിച്ച് ജീവിക്കുകയോ? താമസിക്കാൻ നിങ്ങൾക്കൊരു വീട് വേണമല്ലോ, ആഹാരം വേണമല്ലോ, വസ്ത്രം വേണമല്ലോ. നമ്മെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനൊക്കെ പോംവഴിയും കാണും. എനിക്കത് നല്ലപോലെ സങ്കല്പിക്കാൻ കഴിയും. നല്ലതുപോലെ. ഒട്ടിക്കൂ ക്രിസ്തീൻ. അവർക്ക് ശ്വസിക്കാൻ വയ്യാതാകുന്നത് വരെ. ഞാൻ ഒട്ടിക്കുകയാണ്. അവർക്ക് ശ്വസിക്കാൻ വയ്യാതാകുന്നത് വരെ ഒട്ടിക്കുകയാണ്. നീ ഇപ്പോൾ എന്നോടൊത്ത് വരുന്നു. ഈ നിമിഷത്തിൽ എവിടേക്ക്? നറുനല്ലൂരിലേക്ക്. എവിടെ വസന്തവും സൂര്യപ്രകാശവും ഉണ്ടോ, എവിടെ യൗവനമുണ്ടോ, എവിടെ ശിശുക്കളും പുഷ്പങ്ങളും ഗീതനൃത്തങ്ങളുമുണ്ടോ, എവിടെ സമൃദ്ധിയും ഉല്ലാസവുമുണ്ടോ, അവിടേക്ക്. എന്നാൽ എനിക്ക് പോകണം അവിടെ. എങ്കിൽ വരൂ. രംഗം 11. ഉദ്യോഗസ്ഥൻ, സംസർഗ വിലക്കുദ്യോഗസ്ഥൻ, കവി, ലീന, ഇന്ദ്രപുത്രി, അവൻ, അവൾ, പെൻഷൻകാരൻ, വിക്ടോറിയ എന്നീ കഥാപാത്രങ്ങൾ. നമ്മുടെ കിലുകിലുക്കാൻ പെട്ടിയല്ലേ? അങ്ങനെ നിങ്ങളിവിടെ എങ്ങനെ കരക്കെടുത്തു? അതെ. ഇവിടമാണോ നറുനല്ലൂർ കടവ്? അല്ല, നറുനല്ലൂർ കടലെടുക്കുന്ന കുറുകയാണ്. നാറക്കുഴി ഊരാണിത്. ആഹാ, അപ്പോൾ സ്ഥലം തെറ്റിയാണ് ഞങ്ങൾ വന്നതല്ലേ? ഞങ്ങളോ? എന്നെ പരിചയപ്പെടുത്താത്തത് എന്ത്? അത് പാടില്ല. അതാരാണെന്ന് അറിയാമോ? ഇന്ദ്രപുത്രിയാണ്. ഇന്ദ്രപുത്രിയോ? ഞാൻ വിചാരിച്ചത് വരുണന്റെ തന്നെ പുത്രി എന്നാണ്. ആട്ടെ, എൻ്റെ മുഖം കരുത്തിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, ഒരാൾക്ക് 50 വയസ്സായാൽ പിന്നെ ഒന്നും ഒരത്ഭുതമല്ലാതാവും. ഞാൻ കണ്ട ഉടനെ കരുതി കഴിഞ്ഞല്ലോ, നിങ്ങൾ ഇന്ന് വൈകിട്ട് വ്യാജ വേഷധാരികളുടെ നൃത്തം നടക്കുന്നിടത്ത് പോവുകയാണെന്ന്. കൃത്യം തന്നെ. നിങ്ങൾ രണ്ടുപേരും എന്നോടൊത്ത് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്താ വന്നാൽ ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് ആകർഷകമായി എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനില്ല. അതിരിക്കട്ടെ, എങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ പാർക്കുന്നത്? രോഗികൾ പാർക്കുന്നിടമാണിത്. അവിടെ മുകളിൽ ആരോഗ്യമുള്ളവരും. ഇവിടെ ദരിദ്രർ മാത്രമേ ഉള്ളൂ? നേരെ മറിച്ചാണ്. ഇവിടെയുള്ളത് ധനികരാണ്. ദേ, ആ മരച്ചോട്ടിലിരിക്കുന്ന ആളിനെ നോക്കൂ. താറാവിൻ്റെ കരളും കുമിളകളും വയറ്റിൽ കുത്തി നിറച്ച് കണ്ടമാനം മുന്തിരി ചാരായവും മോന്തി അയാളുടെ കാല് രണ്ടും ഉണ്ട കെട്ടി ചുരുണ്ട് ഇരിക്കുന്നത് കണ്ടില്ലേ? ഉണ്ട കെട്ടിയോ? അതെ, അയാൾക്ക് ഉണ്ട കെട്ടിയ കാല്. അതാ അപ്പുറത്ത് മറ്റൊരുത്തൻ. ആ ഛേദന യന്ത്രത്തിൽ അതിരറ്റ് ബ്രാൻഡ് വിഴുങ്ങി ഇപ്പോൾ അയാളുടെ നടുവെല്ല് കൊത്തിയറിഞ്ഞ് പുറത്തെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഗുണപ്പെടുമോ? സ്വന്തം രോഗം ഒളിപ്പിച്ച് വയ്ക്കണമെന്ന് വിചാരിക്കുന്നവരെല്ലാം ഇപ്പുറത്ത് പാർക്കുന്നു. ഈ വരുന്ന മനുഷ്യൻ തന്നെ നല്ല ദൃഷ്ടാന്തം. അത് നമ്മുടെ മേജർ അല്ലേ? നമ്മൾ മൊത്തം സ്കൂളിൽ പഠിച്ച അയാളല്ലേ അത്? അതെ, അടിഞ്ഞൊരുങ്ങിയ രാജകുമാരൻ. കണ്ടില്ലേ? തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഭൂതക്കിഴവിയുമായി അയാൾ ഇപ്പോഴും പ്രേമത്തിലാണ്. അവളുടെ പ്രായം പോലും അയാൾക്ക് നോട്ടമില്ല. അവൾ എത്ര വിരൂപിണിയും നെറുകെട്ടവളും ക്രൂരയുമാണെന്നും. അതാണ് സുഹൃത്തെ പ്രേമത്തിൻ്റെ പണി. എങ്കിലും പണ്ട് ചപല പ്രകൃതിയായിരുന്ന അയാൾക്ക് ഇത്ര ഗൗരവമായി ഗാഠമായി സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ എല്ലാ കാര്യവും വലിയ സഹാനുഭൂതിയോടെ വീക്ഷിക്കുന്നവനാണ്. ഞാൻ തന്നെയും പ്രേമത്തിലാണ്, വിക്ടോറിയയുമായി. ഞാൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ് അവൾ വരുന്നത് നോക്കി.
ആരാണ് ആ വരുന്ന മനുഷ്യൻ? ആ, അതൊരു കവിയാണ്. അയാൾ മണ്ണ് പുരട്ടി കുളിക്കാനാണ് വരുന്നത്. ദൈവത്തെ കരുതി നിങ്ങൾ ഈ മനുഷ്യനെ കൊണ്ട് ഇതിനു പകരം ഒരു സൂര്യസ്നാനമോ വായുസ്നാനമോ ചെയ്യിക്കാത്തത് എന്ത്? അത് പറ്റില്ല. അയാൾ എപ്പോഴും ഉയർന്ന തലങ്ങളിൽ പാറി പറക്കുകയാണ്. അതുകൊണ്ട് മണ്ണിനോടുള്ള വിരഹം മൂലം കൂടെ കൂടെ വേദന തോന്നും. ചളിയും അഴുക്കിലും മുഴുകി മറിഞ്ഞാൽ തൊലിക്ക് കട്ടി കൂടും. പന്നികൾ നോക്കൂ, ഒരിക്കൽ കട്ടി കൂടിയാൽ കുതിരയീച്ചകളുടെ കുത്തു പിന്നെ അറിയുകയേയില്ല. വിചിത്രം തന്നെ ഈ ലോകം, അത്രയ്ക്ക് വൈരുദ്ധ്യമയം. കളിമണ്ണിൽ നിന്ന് സ്രഷ്ടാവ് ഒരു കുശവന്റെ ചക്രത്തിലൂടെ മനുഷ്യനെ സൃഷ്ടിച്ചു. കളിമണ്ണിൽ നിന്നോ മറ്റെന്തിൽ നിന്നോ എന്തോ ആകട്ടെ, കളിമണ്ണിൽ നിന്ന് തന്നെ ശില്പി തൻ്റെ അനശ്വരമായ പ്രകൃഷ്ട സൃഷ്ടികൾ നിർമ്മിക്കുന്നു. മിക്കപ്പോഴും ചവറുകൾ മാത്രം. കളിമണ്ണിൽ നിന്ന് ഗാർഹിക ആവശ്യങ്ങൾക്ക് അനുപേക്ഷണീയങ്ങളായ പാത്രങ്ങളും മറ്റു സാധനങ്ങളും ഉണ്ടാക്കുന്നു. ലീന, അതാണ് എനിക്ക് വേണ്ടത്. ലീന, ലീന, മിസ് ആഗ്നിസിനെ പരിചയപ്പെടൂ. നിന്നെ അവൾക്ക് 10 വർഷത്തിന് മുമ്പ് അറിയാം. നീ ഒരു പെൺകുട്ടിയായിരുന്നപ്പോൾ, നിറയെ സന്തോഷവും ഓമനത്വവും നിനക്കുണ്ടായിരുന്നപ്പോൾ. പക്ഷെ ഇപ്പോ ലീനയെ ഒരു നോക്ക് കാണൂ. 5 കുട്ടികൾ, കഷ്ടതകൾ, കുട്ടികളുടെ മുറവിളികൾ, പോഷകാഹാരക്കുറവ്, ക്രൂരമായ പെരുമാറ്റം എന്നിവയ്ക്ക് ശേഷം സുന്ദരമായി എന്തെല്ലാമുണ്ടോ അതെല്ലാം മറഞ്ഞു. ആനന്ദം നശിച്ചു. വായടയ്ക്കൂ, വായടയ്ക്കുമോ നിങ്ങൾ? ഇതുതന്നെയാണ് എന്നോടെല്ലാവരും പറയുന്നത്. ഞാൻ മിണ്ടാതിരുന്നാൽ അവർ ചോദിക്കും, നിങ്ങളെന്താ കവയെ മിണ്ടാത്തതെന്ന്. മുൻകൂട്ടിയുള്ള പ്രവചനത്തിന് അതീതമായ മനുഷ്യൻ. പറയൂ, എന്താണ് നിന്നെ ശല്യപ്പെടുത്തുന്നത്? ഞാനത് പറയാൻ ധൈര്യപ്പെടുന്നില്ല. അത് എൻ്റെ അവസ്ഥ കൂടുതൽ വഷളാക്കുകയുള്ളൂ. നിന്നോട് ആരാണ് ഇത്ര ക്രൂരമായി പെരുമാറുന്നത്? എനിക്ക് ധൈര്യമില്ല അത് പറയാൻ. ധൈര്യപ്പെട്ടാൽ ഞാൻ ദുഃഖിക്കേണ്ടി വരും. സാരമില്ല, ഞാൻ ധൈര്യപ്പെടുന്നു. ആ നീഗ്രോ എൻ്റെ പല്ലടിച്ച് താർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ഇവിടെ ഞങ്ങൾക്ക് നീതി ലഭിക്കില്ലെന്ന് പറയാൻ എനിക്ക് പേടിയില്ല. ദൈവപുത്രി ആഗ്നിസ്, അവിടെ ആ കുന്നുംപുറത്തെ പാട്ടും നൃത്തവും ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് പറയാനുള്ളത് കേൾക്കൂ. ഇവിടെ നടക്കുന്നതെല്ലാം ലീനയുടെ സഹോദരിയെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഇപ്പോഴും അവൾ നരകത്തിൽ നിന്ന്, ഈ നഗരത്തിൽ നിന്നും വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ അവൾ വഴിവിട്ട് നടക്കുകയായിരുന്നു. ഒന്ന് ഓർക്കണം, വഴിതെറ്റിയ കുട്ടി അച്ഛനമ്മമാരുടെ അടുത്ത് തിരിച്ചെത്തിയത് കൊണ്ട് മാത്രമായിരിക്കുകയില്ല ഈ ആഘോഷം. അത് കൂടുതലും അവൾ കെട്ട മാർഗം വിട്ടതുകൊണ്ടാവും. അങ്ങനെയാണെങ്കിൽ നേർവഴി വിട്ടൊരിക്കലും സഞ്ചരിക്കാതെ നിർദോഷിയായി ഇവിടെ കഷ്ടപ്പെട്ട് കഴിയുന്നവർക്കായി ആഴ്ചയിലൊരു സായാഹ്നമെങ്കിലും അവർ ഒരു നൃത്തവും വിരുന്നും നടത്താത്തതെന്താ? എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വളരെ പ്രയാസം തോന്നുന്നു. പൂർവാനുഭവങ്ങളുടെ സഹായം കിട്ടാതെ വ്യത്യസ്ത നിലപാടുകൾ പരിഗണിക്കണമല്ലോ. സിംഹാസനത്തിൽ സ്വസ്ഥനായി വിരാജിച്ച നീതിജ്ഞനായ ഹാരൂൺ കാലിഫിന് അനുഭവപ്പെട്ടതും അതുതന്നെ. സ്വപ്രജകൾക്ക് എങ്ങനെയുള്ള നീതിയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയണമായിരുന്നു. പക്ഷേ ഞാൻ നീതിജ്ഞനായ ഹാരൂൺ അല്ലല്ലോ. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. നോക്കൂ, ഇതാ കുറെ സന്ദർശകർ വരുന്നു. ശരിയാണ്. ആ പാമരത്തിൽ നിന്ന് പ്രസരിച്ചു വരുന്ന ആ സമുജ്വല പ്രഭ കണ്ടോ? ജലോപരിതലം പൊന്തുന്ന ഗാനധാര ശ്രവിച്ചാലും പ്രേമത്തിന്റെ അഗ്നിദേവത മാരഭഗവാൻ. അത് വിക്ടോറിയ, അത് വിക്ടോറിയ. അതെ അതെ, അത് അവന്റെ വിക്ടോറിയ. ആട്ടെ, അതിനെന്ത്? അത് എൻ്റെ വിക്ടോറിയ ഇപ്പോഴും എൻ്റേതാണ്. അവളെ കാണാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇപ്പോൾ നിങ്ങൾ സംസർഗ വിലക്ക് കൂടി ഉയർത്തുക. ഞാൻ
ഞാൻ വല ഉള്ളിൽ വലിക്കാം. നിൽക്കട്ടെ അവിടെ. ഇത് നിങ്ങളുടെ മനസ്സിൽ വീർത്ത് നിറഞ്ഞ വിശ്വാസം ചോർത്തിക്കളഞ്ഞു അല്ലേ? പക്ഷേ വിഷസൂചിക ബാധിച്ച പ്രദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോരുന്നവരെല്ലാം ഇവിടെ വന്നേ മതിയാവും. പ്രേമബദ്ധരായ രണ്ടാളുകളോട് ഈ രീതിയിൽ സംസാരിക്കുക, ഇങ്ങനെ പെരുമാറുക, സങ്കല്പിച്ച് നോക്കൂ. നിങ്ങളവരെ സ്പർശിക്കരുത്, അവരുടെ മഹനീയ പ്രേമത്തെ മലിനമാക്കരുത്. ഒരിക്കൽ സുന്ദരമായിരുന്നതെല്ലാം താഴത്ത് വലിച്ചു വയ്ക്കപ്പെടണം, ചളിയിലും ചേറിലും കൂടി. ഈ സങ്കടം അനുഭവിക്കാൻ മാത്രം ഞങ്ങൾ എന്തു ചെയ്തു? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരിക്കണമെന്നില്ല. ജീവിതത്തിൻ്റെ ചെറു മുള്ളുകമ്പികൾ നിങ്ങളെ കുത്തി വേദനിപ്പിക്കുന്നുവെങ്കിലും ഇങ്ങനെയാണ് ദീർഘമായ സന്തോഷവും സുഖവും നിലനിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ എത്ര കാലം കഴിയേണ്ടി വരും? 40 പകലും 40 രാത്രി. അയ്യോ, എങ്കിൽ നമുക്ക് മരിച്ചു കളയാം. ഇവിടെ ജീവിക്കേണ്ടി വരിക. അയ്യോ, തീ ചുട്ടരിച്ച കുന്നുകളുടെയും പന്നിക്കൂടുകളുടെയും ഇടയ്ക്ക്. ഹോ, പ്രേമം എല്ലാറ്റിനെയും ജയിച്ച് കീഴടക്കുന്നു, ഗന്ധകപ്പുകയെയും ഇങ്കാല അമ്ലത്തെയും പോലെ. ഞാൻ തീ കത്തിച്ചു, ഗന്ധകമെരിയുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കൂ. ഹോ, എൻ്റെ നീലവസ്ത്രങ്ങളുടെ നിറം മങ്ങിപ്പോകും. അത് വെളുപ്പാകും. അതുപോലെ നിങ്ങളുടെ ചുവന്ന റോസാപ്പൂക്കളും. നിന്റെ കവിളുകളും 40 ദിവസം തികയും മുമ്പ്. അത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കും. ഇല്ല, അത് സത്യമല്ല. എൻ്റെ അസന്തോഷത്തിന് കാരണം നിന്റെ സന്തോഷമാണെന്നത് നേരാണ്. പക്ഷേ അതിപ്പോൾ സാരമാക്കാനില്ല. പിന്നെ എനിക്കൊരു ബിരുദം ലഭിച്ചു. ഈ കരയിടുക്കിൽ അധ്യാപക വൃത്തിയുമുണ്ട്. അതെ അതെ, വരുന്ന ഹേമന്തത്തിൽ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാവും. എൻ്റെ നീണ്ട ബാല്യകാലത്തും കൗമാരകാലത്തും ഞാൻ പഠിച്ച അതേ പാഠങ്ങൾ എൻ്റെ യൗവനത്തിൽ ഞാൻ പഠിപ്പിക്കും. എന്നിട്ട് അവസാനം ഞാൻ വൃദ്ധനായി മരിക്കാൻ ഒരുങ്ങുന്നതും വരെ പഠിപ്പിക്കും. 2 എത്ര പ്രാവശ്യം 2 കൂട്ടിയാൽ 4 ആകും. ഞാൻ പെൻഷനാകുന്നതുവരെ വർത്തമാനപത്രവും ആഹാരവും കാത്തിരിക്കുകയല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ലെന്ന് വരും വരെ. അല്ല, വർത്തമാനപത്രം, പ്രഭാത പത്രിക. അയാൾക്ക് 54 ഉള്ളു വയസ്സ്. ഇനി ഒരു 25 വർഷം അയാൾ ഭക്ഷണവും വർത്തമാനപത്രവും കാത്തിരുന്നേക്കാം. ഭയങ്കരമല്ലേ അത്? എന്താണ് ഭയങ്കരമല്ലാത്തത്? പറയാൻ കഴിവുള്ളവർ ഉത്തരം പറയട്ടെ. ഞാനിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണ്. 2 4 4ന് 2 കൊണ്ട് എത്ര പ്രാവശ്യം സമമായി ഭാഗിക്കാമെന്നോ? വിക്ടോറിയ, ഞാൻ സ്നേഹിക്കുകയും അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നാൽ ആശംസിക്കപ്പെടുകയും ചെയ്തവൾ. അവൾ ഇപ്പോൾ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തി. എന്നിട്ട് ഞാൻ കഷ്ടപ്പെടുന്നു. ഞാനേറെ കഷ്ടപ്പെടുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾക്കത് എങ്ങനെ കരുതാനാവും? ഞാൻ ഇവിടെ 40 പകലും 40 രാത്രിയുമായി തടവിൽ കിടക്കുകയാണ്. അവളോട് അങ്ങനെ ചോദിക്കരുതായിരുന്നു. 3 മണിക്കൂറായി അവൾ അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരാളും അവളോട് നൃത്തം ചെയ്യാൻ പറഞ്ഞില്ല. സുഖാനുഭവത്തിൽ എത്രമാത്രം ക്രൂരതയാകാൻ കഴിയും? രംഗം 12. ഇന്ദ്രപുത്രി, വേലക്കാരി, ഉദ്യോഗസ്ഥൻ, അമ്മ, ഈഡിത്ത് എന്നീ കഥാപാത്രങ്ങൾ.
ക്ഷമിക്കുക, ആവർത്തനം വന്നതാണ് അനൗൺസ്മെൻറ്റിൽ. രംഗം 13. അധ്യാപകൻ, ഉദ്യോഗസ്ഥൻ, സംസർഗ വിലക്കുദ്യോഗസ്ഥൻ, ഭർത്താവ്, ഭാര്യ, ഇന്ദ്രപുത്രി, അന്ധൻ, വക്കീൽ. എൻ്റെ കുട്ടി 2 എത്രയാണെന്ന് പറയൂ. ചോദ്യം ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. 2 പ്രാവശ്യം 2 നോക്കട്ടെ. അത് 2 നീ നിന്റെ പാഠം പഠിച്ചില്ലേ? പഠിച്ചു. പക്ഷേ എനിക്ക് ഉത്തരം അറിയാം, പക്ഷെ പറയാൻ കഴിയുന്നില്ല. പറയാതെ രക്ഷപ്പെടാൻ നോക്കുകയാണോ? നിനക്ക് ഉത്തരമറിയാം, പക്ഷെ പറയാൻ കഴിയില്ല. ഞാൻ നിന്നെ സഹായിക്കണമായിരിക്കും. ഇത് ഭയങ്കരം തന്നെ, ഭയങ്കരം. അതെ, ഭയങ്കരം തന്നെ. അങ്ങനെയല്ലേ? നിന്നെ പോലൊരു വലിയ കുട്ടി തീരെ ഉത്കർഷേച്ഛ ഇല്ലാത്തവനായാൽ. ഒരു വലിയ കുട്ടി? അതെ, ഞാൻ വലുതാണ്. ഇവിടുത്തെ മറ്റു കുട്ടികളെക്കാളും ഞാൻ വളർച്ചയെത്തിയ ഒരു മനുഷ്യൻ, സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞവൻ. എനിക്ക് ഡോക്ടറേറ്റ് ബിരുദം ലഭിച്ചു. അല്ല, ലഭിച്ചില്ലേ? പിന്നെ ഞാൻ എന്തിനിവിടെ ഇരിക്കുന്നു? ഞാനൊരു ബിരുദം കിട്ടിയവനല്ലേ? തീർച്ചയായും കിട്ടി. പക്ഷേ നിനക്കിവിടെ ഇരിക്കേണ്ടി വന്നു പക്വത സിദ്ധിക്കാൻ. നിനക്ക് പാകത വരേണ്ടിയിരിക്കുന്നു, ശരിയല്ലേ? ഞാനിവിടെ ഇങ്ങനെ എത്ര കാലം ഇരിക്കേണ്ടി വരും? എത്ര കാലം? നിനക്ക് കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും നിലനിൽപ്പിൽ വിശ്വാസമുണ്ടോ? കാലത്തിന് അസ്ഥിത ഉണ്ടെന്ന് വയ്ക്കുക. എങ്കിൽ അതെന്താണെന്ന് പറയാൻ നിനക്ക് കഴിയണം. എന്താണ് കാലം? കാലമോ? എന്താണെന്ന് സൂക്ഷ്മം പറയാൻ കഴിയില്ല. പക്ഷെ അതെന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുപോലെ തന്നെ 2 പ്രാവശ്യം 2 എത്രയെന്ന് എനിക്ക് എന്തുകൊണ്ട് അറിയാൻ കഴിയില്ല? അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ കാലം എന്തെന്ന് സാറിന് പറയാൻ കഴിയുമോ? തീർച്ചയായും. എന്നാൽ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. കാലം നോക്കട്ടെ. നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലം പറന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ അത് പറക്കുന്ന എന്തോ ആണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോൾ സാറ് സംസാരിക്കുന്നു. സാറ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറക്കുന്നു. അതിനാൽ ഞാൻ കാലമാകുന്നു. ന്യായശാസ്ത്രമനുസരിച്ച് പൂർണ്ണ ശരി. പക്ഷെ ന്യായശാസ്ത്ര നിയമങ്ങൾ പരിഹാസ്യമാണ്. ഈ ഉദാഹരണത്തിൽ ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് കടന്നു കളഞ്ഞ നീൽസ് കാലമാകാൻ സാധ്യമേ അല്ലല്ലോ. നീ പറയുന്നതും ന്യായശാസ്ത്ര നിയമങ്ങളോട് ശരിക്ക് യോജിക്കുന്നു. ഒരു വ്യത്യാസം മാത്രം. നീ പറഞ്ഞത് അന്തസാരശൂന്യമാണ്. എങ്കിൽ ന്യായശാസ്ത്രം അപ്പാടെ അന്തസാരശൂന്യമായിരിക്കണമല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ തോന്നുന്നു. പക്ഷേ ന്യായശാസ്ത്രം കഴുതയെ പോലെയാണെങ്കിൽ ലോകം മുഴുവൻ ഭ്രാന്ത് പിടിച്ചത് ആയിരിക്കണം. പിന്നെ ഇവിടെ താമസിച്ച് കൂടുതൽ പമ്പര വിഡ്ഢിത്തങ്ങൾ പഠിപ്പിക്കാൻ പിശാചു പോലും ആശിക്കുകയില്ല. എനിക്ക് ആരെയെങ്കിലും നല്ല വീറുള്ള ഒരു പാനീയം തന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ ഒരു നീന്തലിന് കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. ഞാനിതിനെ പിമ്പ് വീണതു മുമ്പ് എന്നേ കരുതൂ, അല്ലെങ്കിൽ തല കീഴ്മേൽ മറിഞ്ഞ ലോകമെന്ന്. ഞാൻ ധരിച്ചിട്ടുള്ളത് നീന്തലാദ്യവും പാനീയം ഒടുവിലൊന്നുമാണ്. നിങ്ങളിങ്ങനെ ഒരു പഴഞ്ചൻ വൃദ്ധൻ. ഡോക്ടർ ഞാൻ താക്കീത് തരുന്നു. നിങ്ങൾക്ക് തലക്കനം വയ്ക്കരുത്. മേജർ എന്ന് വേണം എന്നെ വിളിക്കാൻ. സമ്മതമാണെങ്കിൽ ഞാനൊരു സൈനിക ഭരണോദ്യോഗസ്ഥനാണ്. മറ്റ് സ്കൂൾ കുട്ടികളെ പോലെ
ഞാൻ ഇവിടെ ഇരുന്ന് ശകാരം കേൾക്കുന്നത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു പക്വത നേടാൻ. ഇപ്പോൾ ഫലത്തിൽ വന്നു സംസർഗ വിലക്ക്. ഓ, നിങ്ങളാണോ? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ ഒക്കുമോ ഈ മനുഷ്യൻ ഡോക്ടറേറ്റ് ബിരുദക്കാരനായ എന്നെ ഈ ക്ലാസ് മുറിയിലെ പയ്യന്മാരോടൊപ്പം ഇരുത്തിക്കളഞ്ഞത്? നിങ്ങൾ എണീറ്റ് പൊയ്ക്കളയാഞ്ഞത് എന്ത്? നിങ്ങൾ പറയുന്നു പൊയ്ക്കളയാൻ. എനിക്കത് അറിഞ്ഞുകൂടാ. നിങ്ങൾ വിചാരിക്കും പോലെ അതത്ര എളുപ്പവുമല്ല. അല്ല, ശരിയാണ് പറഞ്ഞത്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. എന്നെ രക്ഷിക്കൂ അയാളുടെ ആ തുറിച്ച നോട്ടത്തിൽ നിന്ന്. നിങ്ങൾ എന്നോടത്ത് വരൂ, വന്ന് നൃത്തം ചെയ്ത് രസിക്കൂ. പ്ലേഗ് പൊട്ടിപ്പുറപ്പെടും മുമ്പ് നമുക്ക് നൃത്തം ചെയ്യണം, അത് കൂടിയേ തീരും. ഇരുപായ് കപ്പൽ യാത്ര തുടങ്ങിയോ? തുടങ്ങി. അത് വേണം നാം ആദ്യം ചെയ്യാൻ. ഇരുപായ് കപ്പൽ അകലത്താക്കുക. വിലാപങ്ങൾ ഏറെ ഉയരും, തീർച്ച. അതെപ്പോഴുമുണ്ട്. ആ കപ്പൽ ഇവിടെ വരുമ്പോഴല്ല, ഇവിടെ നിന്ന് അത് വിടുമ്പോഴല്ല. നമുക്ക് പോകാം. ഈ സ്വർഗത്തിൽ ഒറ്റയാളുമില്ലേ സന്തുഷ്ടനായിട്ട്? ഉണ്ട്. ഈയിടെ വിവാഹിതരായ 2 പേർ. അവർ പറയുന്നതും പെരുമാറുന്നതും നമുക്ക് ശ്രദ്ധിക്കാം. ഈ നിമിഷം എനിക്ക് സസന്തോഷം മരിക്കാൻ കഴിയും. അത്ര അതിരറ്റതാണ് എൻ്റെ പരമാനന്ദം. അല്ല, നിങ്ങളെന്തിനു മരിക്കാൻ ആഗ്രഹിക്കുന്നു? സന്തോഷത്തിൻ്റെ ഗർഭത്തിൽ അസന്തുഷ്ടിയുടെ ബീജമുള്ളതുകൊണ്ട്. സന്തോഷം അഗ്നിയെപ്പോലെ സ്വയം ഭക്ഷിച്ചെടുക്കുന്നു. ജ്വാലയ്ക്ക് അനന്തമായി കത്താൻ കഴിയില്ല. അത് മരിക്കാൻ വിധിക്കപ്പെട്ടതാണ്. വസ്തുക്കളുടെ അന്ത്യത്തെക്കുറിച്ചുള്ള പൂർവജ്ഞാനം ആനന്ദത്തെ അതിൻ്റെ ഉച്ചകോടിയിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം, ഈ നിമിഷം തന്നെ. മരിക്കുക ഒരുമിച്ച്. ഒരു സന്തോഷവും അതിൻ്റെ വഞ്ചനയും എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. വരൂ, നമുക്ക് പോകാം. ജീവിതം ദുരിതമാണ്, മനുഷ്യൻ അനുകമ്പാർഹനും. ഈ വരുന്ന ആളിനെ നോക്കൂ. സമൂഹത്തിലെ സർവ്വ മനുഷ്യരുടെയും അസൂയാഭാജനമാണ്. ഇവിടുത്തെ നൂറ്റുകണക്കിന് ഇറ്റാലിയൻ വസതികളുടെ ഉടമയാണ് അയാൾ. കടൽക്കരയിലുള്ള അയാളുടെ വസ്തുക്കളിന്മേൽ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നത് ഉൾക്കരയിലുള്ള അയാളുടെ വസ്തുക്കളിൽ മേലും. അയാളും പരാതിപ്പെടുന്നുണ്ടോ? ഉണ്ട്, തക്ക കാരണത്തോടെ. അയാൾക്ക് കണ്ണു കാണാൻ വയ്യ. അയാൾ അന്ധനാണ്. അയാൾ മറ്റാരേക്കാളും അസൂയപാത്രവുമാണ്. അയാളിപ്പോൾ ഇരുപായ് കപ്പൽ യാത്ര തിരിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. അയാളുടെ മകൻ കപ്പലിലുണ്ട്. അന്ധൻ. എനിക്ക് കാണാൻ കഴിവില്ല, പക്ഷെ കേൾക്കാൻ കഴിയും. കടലിനടിത്തട്ടിൽ ചളിയുമായി നങ്കൂരത്തിൻ്റെ കൊടും നഖങ്ങൾ മൽപ്പിടുത്തം നടത്തുന്നത് എനിക്ക് കേൾക്കാം. മത്സ്യത്തിൽ നിന്ന് ചൂണ്ടുകൊളുത്ത് വലിച്ചെടുക്കുന്നത് പോലെ, ഹൃദയം വലിച്ചിഴയ്ക്കുന്നത് പോലെ എൻ്റെ മകൻ, എൻ്റെ ഒരേ ഒരു കുഞ്ഞ് വിശാലമായ പുറംകടലിനപ്പുറത്ത് അപരിചിത നാടിലേക്ക് പോവുകയാണ്. വിചാരങ്ങളിൽ മാത്രമേ എനിക്ക് അവനോടൊത്ത് ഉണ്ടാകാൻ കഴിയൂ. ഞാനിതാ നങ്കൂരവടത്തിൻ്റെ കിരികിരിപ്പും ഞരക്കവും കേൾക്കുന്നു. കാറ്റിലെന്തോ പടപടാ തുടിക്കുന്നതും ചലിക്കുന്നതും കേൾക്കുന്നു. അയയിലെ ടൈറൻ തുണികൾ പോലെ ഉണങ്ങാൻ തൂക്കിയ നനഞ്ഞ കൈലേസുകളാമത്. ഞാൻ കരച്ചിലും മേങ്ങലടിയും കേൾക്കുന്നു. വികാരങ്ങൾ നിയന്ത്രിക്കാൻ ആളുകൾക്ക് കഴിയാത്ത അവസരങ്ങളിലെ പോലെ അത് കപ്പലിൻ്റെ അടിത്തട്ടിയിൽ ചെറുതിരകൾ മെല്ലെ മെല്ലെ തല്ലുന്നതാണോ, അതോ പരിത്യക്തരും അവലംബഹീനരുമായ ചെറുപ്പക്കാരി കുട്ടികൾ കടൽ തീരത്ത് നിന്ന് കരയുന്നതാണോ എന്ന് പറയാനാവുന്നില്ല. ഞാനൊരിക്കൽ ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചു കേട്ടോ, കടലിന് ഇത്രയും ഉപ്പുരസം എന്തുകൊണ്ടാണെന്ന്. കൊച്ചുകുട്ടി
കുട്ടിയുടെ അച്ഛൻ ഒരു നീണ്ട സമുദ്ര സഞ്ചാരത്തിന് പോയിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു നിമിഷം മറക്കേണ്ടി വന്നില്ല അവൻ ഉത്തരം പറയാൻ. സമുദ്രസഞ്ചാരികൾ മിക്കവാറും എപ്പോഴും കരയുന്നത് കൊണ്ടാണ് കടലിന് ഇത്ര ഉപ്പുരസം പോലും. പിന്നെ ഞാൻ ചോദിച്ചു, സമുദ്രസഞ്ചാരികൾ എന്തിനാണ് ഇത്രയേറെ കരയുന്നത്? അവർക്ക് സ്വന്തം ഭവനങ്ങളിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കേണ്ടി വരുന്നു. അതാണ് അവർക്ക് പാമരത്തിൽ കൈലേസുകൾ തോരയിടേണ്ടി വരുന്നത്. ദുഃഖമുണ്ടാകുമ്പോൾ മനുഷ്യരെന്തിന് കരയുന്നു? വീണ്ടും ചോദിച്ചു. എന്തുകൊണ്ട്? കൂടുതൽ സ്പഷ്ടമായ കാഴ്ച കിട്ടാൻ കണ്ണിന്റെ ജനാലകൾ കൂടെ കൂടെ കഴുകേണ്ടതുണ്ട് പോലും. അവന്റെ മറുപടിയെ എന്നെ അതിശയിപ്പിച്ചു. ആ കൊടിയുടെ അർത്ഥം എന്താണ്? യെസ് എന്ന അറിയിപ്പാണത്. തൻ്റെ പ്രേമം പുനഃസ്ഥിരീകരിക്കാൻ ലെഫ്റ്റനൻ്റ് അവലംബിക്കുന്ന മാർഗമാണ് ചുമപ്പ്. ഹൃദയത്തിൻ്റെ കടും ചുമപ്പ് രക്തം പോലെ ആകാശത്തിൻ്റെ നീലചിത്രപടത്തിന് നേരെ നോ എന്ന വാക്കിന് അവരെങ്ങനെ അടയാളം നൽകും? നീല ഞരമ്പുകളിലെ തീക്ഷ്ണ രക്തം പോലെ നീലമായിരിക്കും അത്. നോക്കൂ, ആലീസ് ആനന്ദിച്ച് തുള്ളിച്ചാടുന്നു. ഈടുത്ത് വെമ്മിക്കരയുകയും കൂടിച്ചേരുകയും വേർപിരിയുകയും, വേർപിരിയുകയും കൂടിച്ചേരുകയും. അതാണ് ജീവിതം. ഞാൻ അവളുമായി കൂട്ടിമുട്ടി. പിന്നീട് അവൾ എന്നെ വിട്ടുപിരിഞ്ഞു. എനിക്ക് ഞങ്ങളുടെ മകനെ തന്നിട്ട് ഇപ്പോൾ അവൻ എന്നെ വിട്ടുപിരിഞ്ഞു. പക്ഷേ അവൻ തിരിച്ചു വരും. അതാരാണോ എന്നോട് സംസാരിക്കുന്നത്? ഞാൻ ആ ശബ്ദം മുമ്പ് കേട്ടിട്ടുണ്ട്. എൻ്റെ സ്വപ്നങ്ങളിൽ, എൻ്റെ യൗവനത്തിൽ, വേനൽക്കാലത്ത്, ഒഴിവ് ദിവസങ്ങളിൽ, എൻ്റെ വിവാഹത്തിൻ്റെ ആദ്യകാലത്ത്, എൻ്റെ കുഞ്ഞ് ഈ ലോകത്തിൽ ആഗതനായപ്പോൾ. അതെ അതെ, സത്യമാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അതെ. അവൻ തിരിച്ചു വരുമോ? അതെ, എന്നെ വിശ്വസിക്കൂ. നിങ്ങൾ പലതും കണ്ടു കഴിഞ്ഞു, പക്ഷേ ഏറ്റവും വഷളായത് ഇനിയും കണ്ടില്ല. ഏറ്റവും വഷളായത്? പുറകോട്ട് പോവുക, വീണ്ടും എല്ലാം കാണുക, ആവർത്തിക്കുക, ഒരേ പാഠം വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരിക. വരൂ. നാം എവിടേക്കാണ് പോകുന്നത്? നിന്റെ കർത്തവ്യങ്ങളിലേക്ക്. എന്താണത്? നീ ഭയപ്പെടുന്നത് എന്തെല്ലാമോ അതൊന്നൊഴിയാതെ ചെയ്യാൻ യാതൊരു ആഗ്രഹവും ഇല്ലാത്തതും എന്നാൽ ചെയ്തേ തീരൂ എന്നുള്ളതും. ആഗ്രഹിക്കുന്നതൊക്കെ സ്വയം നിഷേധിക്കുക, പരിത്യജിക്കുക, കഷ്ടതകളിലും ഇല്ലായ്മകളിലും കൂടി കടന്നു പോവുക. ചുരുക്കത്തിൽ ആനന്ദവും സൗന്ദര്യവും കുറഞ്ഞതെല്ലാം, ഹീനവും ജുഗുപ്സിതവും ദുഃഖകരവുമായതെല്ലാം. സന്തോഷദായകമായി ഒരു കർത്തവ്യവുമില്ലേ? ഉണ്ട്. അത് ചെയ്യപ്പെടുമ്പോൾ, അത് നിറവേറ്റുമ്പോൾ. അപ്പോൾ അതിന് അസ്തിത്വമില്ലാതാകുന്നു. കർത്തവ്യം എപ്പോഴും വെറുപ്പുണ്ടാക്കും. പ്രീതിപ്രദവും സുഖകരവുമായി ഒന്നുമില്ലേ ഇവിടെ? സുഖാനുഭവം പാപമാണ്. പാപമോ? ശിക്ഷാർഹമായ എന്തോ ഒന്ന്. അതെ, ഞാൻ രാവും പകലും സ്വയം സുഖം അനുഭവിക്കുകയാണെങ്കിൽ നരകത്തിലെ ദുരിതം സഹിക്കേണ്ടി വരുന്നു. പിറ്റേന്ന് എനിക്ക് ഒരു മനസാക്ഷിക്കുത്തുണ്ടാവുകയും ചെയ്യും. എത്ര വിചിത്രം! ഒരു തലവേദനയുമായി ഞാൻ രാവിലെ ഉണരുന്നു. ഉടനെ ആവർത്തനം ആരംഭിക്കുകയായി. എപ്പോഴും വികടമായ ആവർത്തനം. തലേന്ന് രാത്രി സുന്ദരവും ഉല്ലാസകരവും ബുദ്ധിപൂർവകവുമായി തോന്നിയതെല്ലാം പിറ്റേന്ന് രാവിലെ വിരൂപം, ഭീമത്സം, മൂഢം. സുഖം ജീർണിക്കുന്നു, ആനന്ദം അപജയപ്പെടുന്നു. മനുഷ്യർ വിജയമെന്ന് കൊണ്ടാടിയതെല്ലാം അവരുടെ പരാജയത്തിന് കാരണമായി മാറുന്നു. ഞാൻ ജീവിതത്തിൽ നേടിയ എല്ലാ ജയവും എൻ്റെ പരാജയങ്ങളായി പരിണമിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ ഒപ്പം വരുന്നത് കാണാൻ വാസനാവശാൽ തന്നെ ഒരു ഭയവും അസൂയയും ഉണ്ട് മനുഷ്യർക്ക്. മടങ്ങിപ്പോകണം, അല്ലെങ്കിൽ ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കും. ഏറ്റവും താഴത്തേത് തൊട്ട് മേലത്തേത് വരെ എല്ലാ കോടതികളിലും ഞാൻ ആ കേസും കൊണ്ട് പോകും. ഞാൻ വീണ്ടും അടുപ്പിലും പാചകത്തിലും മുട്ടക്കോസിലും കുഞ്ഞിൻ്റെ തുണിയിലും മടങ്ങി ചെല്ലണമോ? വേണം, കൂടിയേ തീരൂ. നമുക്ക് ഇന്ന് കൂടുതൽ അലക്കാനുണ്ട്.
എല്ലാ കൈലേസുകളും അലക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും അത് ചെയ്തു തന്നെ തീരണമോ? ജീവിതം ആവർത്തനങ്ങളുടെ വമ്പിച്ച ഒരു പരപ്പാട്. അവിടെ അകത്തിരിക്കുന്ന ആ അധ്യാപകനെ നോക്കൂ. ഇന്നലെ അയാൾക്കൊരു ബിരുദം നൽകി, ദളകിരീടം നൽകി, ആചാരവെടി നൽകി. അയാൾ വിദ്യാദേവതയുടെ വാസസ്ഥാനത്തെത്തി. മരിക്കുകയാണ് ഇതിലും ഭേദം. മരിക്കുകയോ? പാടില്ല. നീ അത് ചിന്തിക്കരുത്. ഒന്നാമത് അത് അപമാനം. നിന്റെ ശരീരം നിന്ദനത്തിന് വിധേയമാക്കി ദുഷിപ്പിക്കുന്ന വിധത്തിലുള്ള കടുത്ത അപമാനം. രണ്ടാമത്, ഈ ജീവിതാവധി കഴിഞ്ഞ ശേഷം നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. അത് അശാമ്യമായൊരു പാപമത്രേ. എളുപ്പമേ അല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ. ഞാൻ നിങ്ങളുമൊത്ത് മാലിന്യത്തിലേക്കും നാണക്കേടിലേക്കും മടങ്ങുകയില്ല. ഞാൻ ഉന്നതകളിൽ മടങ്ങിപ്പോകാൻ ആശിക്കുന്നു, ഞാൻ പുറപ്പെട്ടെടുത്തേക്ക്. എന്നാൽ ആദ്യം ആ വാതിൽ തുറക്കണം. അതിനകത്തെ രഹസ്യം എന്തെന്നറിയാൻ എൻ്റെ ഇച്ഛയാണ് ആ വാതിൽ തുറക്കണമെന്ന്. ആ രഹസ്യമറിയാൻ നിന്റെ പാദങ്ങൾ തിരികെ ചവിട്ടണം, മടക്ക വഴി മുഴുക്ക താണ്ടണം. എല്ലാ മനോഭംഗങ്ങളും നിർഭാഗ്യങ്ങളും ആവർത്തനങ്ങളും നിയന്ത്രണങ്ങളും ഒരു കോടതി വ്യവഹാരത്തോട് ബന്ധപ്പെട്ട പരിമിതികളും സഹിക്കണം. അങ്ങനെ ആവട്ടെ. പക്ഷേ ആദ്യമായി അങ്ങകലെ കാന്താരത്തിലെ ഏകാന്തതയിൽ എനിക്കെൻ്റെ ആത്മാവും വീണ്ടും കണ്ടെത്തണം. നമുക്ക് ഭാവിയിൽ പരസ്പരം കാണാം. ഹേ കവേ, എന്നെ പിന്തുടരൂ. ദുരിതം, ദുരിതം, അത് കേട്ടുവോ നിങ്ങൾ? രംഗം 14. ഇന്ദ്രപുത്രി, 1-ാം കൽപ്പണിക്കാരൻ, 2-ാം കൽക്കരി പണിക്കാരൻ, വക്കീൽ, വനിത, മാന്യൻ എന്നീ കഥാപാത്രങ്ങൾ. 14. ഇതാണ് സ്വർഗം, ഇതാണ് നരകം. തണലിൽ ഉദ്ദേശം 87 ഡിഗ്രി. നമുക്ക് ഈ കടലിലൊന്ന് മുങ്ങിയാലെന്താ? താൻ എന്തു പറയുന്നു? എന്നിട്ട് പോലീസുകാരൻ നമ്മുടെ നേർക്ക് ചാടിക്കണം. ഇവിടെ നമുക്ക് കളിക്കാൻ പാടില്ലെന്നറിയില്ലേ? ഈ മരത്തിൽ നിന്നൊരു മധുര നാരങ്ങ പറിച്ചാലോ? ഓ വേണ്ട വേണ്ട, പോലീസ് പിടിക്കും. ഈ ചൂടിൽ എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, ഞാനിപ്പോൾ തന്നെ പോവുകയാണ്. അങ്ങനെ കടന്നാൽ പോലീസ് പുറകെ എത്തും. അതിനും പുറമെ തനിക്ക് ആഹാരം കിട്ടുകയില്ല. ആഹാരമില്ലേ? മറ്റാരെക്കാളും കഠിന ജോലി ചെയ്യുന്ന നമുക്ക് തിന്നാൻ തീരെ കുറച്ചു മാത്രം കിട്ടുന്നത് നമുക്കാണ്. ഒന്നും പ്രവർത്തിക്കാത്ത പണക്കാർക്ക് ഇഷ്ടമുള്ളത് എന്തും കിട്ടുകയും. ഇത് അനീതിയും അധർമ്മവും എന്ന് പറയുന്നത് നഗ്ന സത്യമല്ലേ? ദേവപുത്രയ്ക്ക് ഇതേപ്പറ്റി എന്ത് പറയാനുണ്ട്? എനിക്ക് പറയാൻ മറുപടി കിട്ടുന്നില്ല. പക്ഷെ പറയൂ, ഇത്ര വൃത്തികെട്ടവരായി കഴിയാൻ നിങ്ങൾ എന്ത് കുറ്റം ചെയ്തു? നിങ്ങൾക്ക് ഈ കഠിന ജീവിതം എന്തുകൊണ്ട് നയിക്കേണ്ടി വരുന്നു? എന്നാലും ഞങ്ങളല്ലേ സമുദായത്തിൻ്റെ അസ്ഥിവാരം. ഞങ്ങൾ കൽക്കരി എത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിലും വീട്ടിൽ മറ്റുള്ളിടത്ത് നെരിപ്പോടുകളിലും തീ കാണുകയില്ല. നിങ്ങളുടെ തൊഴിൽശാലകൾക്ക് കൽക്കരി കിട്ടുകയില്ല. തെരുവുകളിലും വീടുകളിലും പീടികകളിലുമുള്ള വിളക്കുകൾ അണഞ്ഞുപോകും. നിങ്ങൾ ഇരുട്ടിൽ അങ്ങനെ മരവിച്ചിരിക്കും. അതുകൊണ്ടാണ് നരകത്തിലെന്ന പോലെ വിയർപ്പൊഴുക്കി നിങ്ങൾക്ക് കൽക്കരി കിട്ടാൻ ഞങ്ങൾ പണിപ്പെടുന്നത്. എന്നിട്ട് എന്താണ് അതിന് പകരം ഞങ്ങൾക്ക് തരിക? സഹായിക്കൂ അവരെ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെയാകാൻ പറ്റില്ല, അതെനിക്കറിയാം. പക്ഷേ അന്തരം എന്തിന് ഇത്രയധികം? നിങ്ങൾ എന്നോടൊത്ത് വന്ന് ഒരു പ്രാവശ്യം കളിക്കുമോ? ഇല്ല. മുത്താഴ സദ്യക്ക് വിശപ്പില്ലാതാവുകയോ? വിശപ്പുണ്ടാവുകയില്ല. നമ്മെ കാണുമ്പോൾ അവർ നിലവിളിക്കുന്നു, അവർ നിലവിളിക്കുന്നു. നരകം, നിത്യനാശം. ഒട്ടും താമസിയാതെ തൂക്കുമരത്തട്ട് വലിച്ചിറക്കി ഈ ഭീമജന്തുവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു.
അതെ, നശിക്കട്ടെ. ഞാനും അത് തന്നെ പറയുന്നു. സംശയമില്ല, എന്തോ തകരാറുണ്ട്. എന്നാലും ജനങ്ങൾ വളരെ ചീത്തയല്ല. പക്ഷേ 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 എന്താണ്? അവരുടെ മേൽനോക്കികളും ഭരണാധികാരികളുമാണ്. ഹോ, ഇത് സ്വർഗമേ അല്ല. അല്ല, നരകം എന്താണോ അത്. അവസാനത്തെ രംഗത്തേക്ക് കടക്കുകയാണ്. അവസാന രംഗമാണ് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളേണ്ടത്. ആ കഥാപാത്രങ്ങൾ കവി, ഇന്ദ്രപുത്രി, കാവൽക്കാരി, പരസ്യം പതിപ്പുകാരൻ, വക്കീൽ, ഉദ്യോഗസ്ഥൻ, സംസർഗ വിലക്കുദ്യോഗസ്ഥൻ, കണ്ണാടിപ്പണിക്കാരൻ, വിക്ടോറിയ, ഈഡിത്ത്, അന്ധൻ, പച്ചപ്പരിഷ്കാരി, ദൈവശാസ്ത്ര അധ്യക്ഷൻ, ക്രിസ്റ്റി. ഇത്രയും പേരുണ്ട്. 2 പേർ വീതം ഓരോ മൈക്രോഫോണിൻ്റെ മുമ്പിൽ നിന്ന് തുടർച്ചയായി വായിക്കും. എല്ലാവരും മൈക്ക് ശ്രദ്ധിക്കണം. അവസാനത്തെ രംഗമാണ്. മൈക്കിൻ്റെ ലെവൽ നോക്കി വേണം സംസാരിക്കാൻ, അകലെ നിൽക്കരുത്. എല്ലാവരും വന്നേ. ഒരിക്കൽ ഇന്ദ്രൻ മകനെ ഭൂമിയിൽ അയച്ചിരുന്നില്ലേ? മനുഷ്യവർഗത്തിൻ്റെ ആവലാതികളും അപേക്ഷകളും സൂക്ഷ്മമായി പരിശോധിക്കാൻ അത് ഈ കവി അറിഞ്ഞിരുന്നു. അയച്ചിരുന്നു. എങ്ങനെ അവൻ ഭൂലോകത്ത് സ്വീകൃതനായി? ഒരു ചോദ്യം ആണിതിനുത്തരം. അവൻ എങ്ങനെ ദൗത്യം നിറവേറ്റി? അതാണ്. മറ്റൊരു ചോദ്യം കൊണ്ട് ഉത്തരം പറയട്ടെ. അവൻ്റെ ഭൂവാസം മനുഷ്യന് ഗുണകരമായിരുന്നില്ലേ? സത്യം പറയൂ. ഗുണകരമോ? അതെ, ഒരളവിൽ. പക്ഷേ അത്യല്പം മാത്രം. അട്ടെ, ഇങ്ങനെ ചോദ്യം ചോദിക്കാതെ ആ പ്രഹേളികയുടെ അർത്ഥം വിവരിച്ചു തരൂ. ശരി, പക്ഷേ നിനക്കതെങ്ങനെ ഉപകരിക്കും? ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുകയില്ല. പറയുന്നത് ആരെന്ന് എനിക്കറിയാം, അതിനാൽ ഞാൻ അത് വിശ്വസിക്കും. ശരി, എന്നാൽ പറയാം, കേൾക്കൂ. കാലത്തിൻ്റെ ആദിമകാല്യത്തിൽ സൂര്യൻ തന്നെ ജനിക്കും മുമ്പ് സമസ്ത ജീവരാശിയുടെയും ദിവ്യമഹസാം ബ്രഹ്മം പ്രപഞ്ചമാതാവായ മായയാൽ വ്യാമോഹിതനാകാൻ സ്വയം സമ്മതി അരുളി, സ്വർഗക്രിയയാൽ വൃദ്ധി പ്രാപിക്കാൻ. ആദിമൂലചേതനയും പൃഥ്വീ തത്വത്തും തമ്മിലുളവായ ഈ സംയോഗമായിരുന്നു സ്വർഗത്തിൽ നിന്നുള്ള പതനം. അങ്ങനെ ഈ ഭുവനവും അതിലെ ജീവിതവും മനുഷ്യവർഗവുമെല്ലാം വെറും നിഴലുകളോ മരുമരീചികയോ സ്വപ്നവസ്തുവോ ലോകമോ ആയി. എൻ്റെ സ്വപ്നം, സത്യമായ സ്വപ്നം. ആത്മസന്ത്യാഗത്തിലും പരിവേദനയിലും കൂടി ബ്രഹ്മപ്രജകൾ പൃഥ്വീ തത്വത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ ശ്രമിക്കുന്നു. ദുഃഖം വിമോചകനായി ഭവിക്കുന്നു. എങ്കിലും യാതനാഭിലാഷവും ഭോഗസ്നേഹ കാമനയും തമ്മിൽ സംഘടനമുണ്ടാകുന്നു. ഇപ്പോൾ മനസ്സിലാകുന്നുവോ സ്നേഹമെന്നാൽ എന്തെന്ന്? മനസ്സിലാകുന്നു. എവിടെയാണ് ഇതിന് അവസാനം? ഹേ കവി, യാതൊരു മറവും കൂടാതെ നിർവ്യാജവും നഗ്നവുമായി നിന്റെ ദുഃഖം വെളിപ്പെടുത്താൻ നിനക്ക് കഴിയുമോ? ഒരിക്കലെങ്കിലും, ഒരു നിമിഷമെങ്കിലും നിന്റെ വിചാരപ്പൊരുളുകൾ പൂർണ്ണമായും സത്യമായും ആവിഷ്കരിക്കാൻ നിന്റെ വാക്കുകൾക്ക് സാധിക്കുമോ? ഇല്ല, പറഞ്ഞത് ശരിയാണ്. എന്നോട് ഞാൻ എല്ലാ കാലത്തും വെറും ബധിരനും മൂകനുമായിരുന്നു. എന്നും എൻ്റെ വചപ്രസരത്തെ അഭിനന്ദിച്ചിട്ടേ ഉള്ളൂ പുരുഷാരം. പക്ഷേ ഞാനതെല്ലാം പൊള്ളയായേ ശൂന്യമായേ കരുതിയിട്ടുള്ളൂ. ജനങ്ങൾ എന്നെ ആദർശമാക്കി സ്തുതിഘോഷങ്ങൾ മുഴക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത് അപമാനബോധം. എന്നിട്ടും നീ ആഗ്രഹിക്കുന്നത് നീ എൻ്റെ ദൃഷ്ടികളിൽ നോക്കൂ. എനിക്ക് ആ നോട്ടം സഹിക്കാൻ ശക്തിയില്ല. എങ്കിൽ പിന്നെ നിനക്കെങ്ങനെ എൻ്റെ വാക്കുകൾ താങ്ങാനാവും? ഞാൻ എൻ്റെ ദിവ്യവാണികൾ മൊഴിയുമ്പോൾ ഒന്ന് ഞാൻ അറിഞ്ഞോട്ടെ. അല്ല, നീ ഇവിടുന്ന് പോകും മുമ്പ് ഈ ലോകത്തിൽ
നിനക്ക് ഏറ്റവും ദുഃഖം ഏതിൽ നിന്നുണ്ടായി എന്ന് പറയാമോ? പിറപ്പിൽ നിന്ന്, ഇരപ്പിൽ നിന്ന്. കണ്ണ് നിമിത്തം കാഴ്ച കുറയുകയും ചെവി നിമിത്തം കേൾവി കേടുവരികയും ചെയ്യുന്നതായി അനുഭവപ്പെടുന്നതിൽ നിന്ന്. എൻ്റെ തേജവുമയവും ബോധദീപ്തവും സ്വർഗീയമായ വിചാരങ്ങൾ ചളിച്ചുരുളുകളുടെ ഊരാക്കുടുക്കിൽ പെട്ടുപോയതിൽ നിന്ന്. നീ തലച്ചോറ് കണ്ടിട്ടില്ലേ? ഉണ്ട്. വളഞ്ഞ് ചുരുട്ടെഴിയുന്ന. അതെ, കണ്ടിട്ടുണ്ട്. അതാണ് എല്ലാ ധാർമ്മിക മനസ്കരുടെയും ചിന്തയ്ക്ക് ഇത്ര വളവുണ്ടായത്. ദ്രോഹശീലന്മാർ, എപ്പോഴും അപകാരീച്ചുകൾ, നിങ്ങളെല്ലാവരും ഒരുപോലെ തന്നെ. അതെ, ഞങ്ങളെങ്ങനെ മറിച്ചാകും? ഞാൻ എൻ്റെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ച പൊടി തട്ടിക്കളയട്ടെ. പൊടിയും ചളിയും കളിമണ്ണും. അതെ, എൻ്റെ ഷാൾ കൂടി കത്തിക്കുന്നതിൽ വിരോധമില്ലല്ലോ. ഇതാ എൻ്റെ റോസാപ്പൂക്കൾ. മുള്ളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പരസ്യങ്ങൾ എടുത്തോളൂ, പക്ഷേ മീൻ വില തരില്ല. വാതിൽ തുറന്ന വൈരക്കല്ലിതാ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. പോപ്പിൻ്റെ താടിമീശയെക്കുറിച്ചോ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനത്ത് ജലസമ്പത്ത് കുറഞ്ഞു വരുന്നതിനെക്കുറിച്ചോ ഉള്ള മഹത്തായ തർക്കം സംബന്ധിച്ച റിപ്പോർട്ടാണ് ഈ രേഖകളിൽ. ഇതാ എൻ്റെ അർപ്പണ വസ്തു. സ്വേച്ഛയ്ക്കെതിരായി എന്നെ ഒരു നീഗ്രോ ആക്കിയ ആ കറുത്ത മുഖാവരണം. എൻ്റെ വൈരൂപ്യം, എൻ്റെ വേദന. നിവേദിക്കാൻ കണ്ണില്ലാത്തവൻ ഇതാ കൈ അർപ്പിക്കുന്നു. തിടുക്കത്തിൽ ജീവിതം ഹ്രസ്വമാണ്. ഈ കവി ഞാൻ അവസാനം അടുക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാം നമ്മുടെ മുമ്പിലൂടെ ഒരു നീണ്ട ഘോഷയാത്രയായി കടന്നു പോകുമെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇതാണോ നിന്റെ അവസാനം? അതെ, ഇതാണ് അവസാനം. നിനക്ക് സ്വസ്തി ഭവിക്കട്ടെ. എന്നാൽ ഒരു വാക്ക് പറയൂ. നാം തമ്മിൽ വേർപെടും മുമ്പ്. ഇല്ല, അതെന്നെ കൊണ്ടാവില്ല. നിന്റെ വാക്കുകൾക്ക് കഴിയുമോ നമ്മുടെ ചിന്തകൾ യഥാർത്ഥമായി പ്രതിബിംബിപ്പിക്കാൻ? ഇല്ല. ദൈവം എന്നെ തൻ്റേതല്ലെന്ന് കൈയൊഴിഞ്ഞിരിക്കുന്നു. മനുഷ്യനാൽ ഞാൻ പീഡിതനായി, ഭരണയന്ത്രത്താൽ പരിത്യക്തനായി, സഹപ്രവർത്തകരാൽ അവഹേളിതനായി. മറ്റൊരുവർക്കും വിശ്വാസമില്ലാതായാൽ ഞാൻ എങ്ങനെ എൻ്റെ വിശ്വാസം വെച്ച് പുലർത്തും? സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ദൈവത്തെ എനിക്കെങ്ങനെ രക്ഷിക്കാനാവും? ശബറാണിത്, അല്ലാതൊന്നുമല്ല. അയ്യോ, അയാൾ തീലെറിഞ്ഞെത്താണെന്നറിയണ്ടേ? അയ്യോ, അതാ ഒരു രക്തസാക്ഷി പട്ടിക. അതെ, ഒരു രക്തസാക്ഷി പട്ടിക. വർഷത്തിലെ ഓരോ നാളിലും ഓരോ രക്തസാക്ഷിയുണ്ട് ഈ പട്ടികയിൽ. രക്തസാക്ഷിയോ? അതെ, രക്തസാക്ഷി. വിശ്വാസനിഷ്ഠത പുലർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടും പീഡനമേറ്റും മരണമടയുന്ന മനുഷ്യൻ. അയാൾ അതെന്തിനു ചെയ്യുന്നു എന്നറിയാമോ? വേദന സഹിക്കുന്നവരെല്ലാം ദുഃഖിക്കുകയാണെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? കൊല്ലപ്പെട്ടവരെല്ലാം വേദന അനുഭവിക്കുന്നുവെന്നും പരിവേദനയിൽ കൂടി മല്ലേ വിമുക്തി നേടുന്നത്? മരണം മോചനമരളി സ്വതന്ത്രരാകുകയല്ലേ നമ്മെ എന്നും? എല്ലാ വിള്ളലുകളും ഇടുക്കും ഓട്ടയും മറഞ്ഞു തീരുന്നതുവരെ ഞാൻ ഒട്ടിക്കുകയാണ്. ഞാൻ ഒട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആകാശത്തൊരു വിള്ളലുണ്ടായാലും നീ നിന്റെ നാവടച്ചൊട്ടിക്കാൻ നോക്കണം. ആ നാടവച്ചൊട്ടിക്കാൻ നോക്കണം. പോകൂല. കോട്ടമന്ദിരത്തിൽ ഇരട്ട ജനാലകളില്ലേ? ഇല്ല, അതില്ലാത്ത ഒരു സ്ഥലം കോട്ടമന്ദിരമാണ്. എന്നാൽ ഞാൻ പോവുകയാണ്. എൻ്റെ ഭൂജീവിതം അവസിതമായി, വിയോഗസമയം ആഗതമായി. മർത്യപുത്ര, നിനക്ക് നല്ലത് വരട്ടെ. മറ്റാരിലും അധികം ജീവിക്കാൻ പരിശീലിച്ചൊരു കവിയും സ്വപ്നദർശിയുമല്ലോ നീ. അതെ,
പക്ഷപുടങ്ങൾ വിതർത്തു പരതി ക്ഷിതിഗോളത്തിനപ്പുറമുള്ള പരമോത്തും ഗതകളിലേക്ക് ഉൽപ്പതനം ചെയ്യുന്നു നീ. എങ്കിലും ചില സമയം താഴെ തമോഭൂമിയിലെ ചേർക്കുഴിയിൽ നിപതിക്കുന്നു നീ. പക്ഷേ അതിൽ കുടുങ്ങിയ അകപ്പെടാതെ തൊട്ടുരസുക മാത്രം ചെയ്യുക. ഞാൻ ഇന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്തെല്ലാം ഞാനായിരുന്നുവോ, എന്തെല്ലാം ഞാൻ സ്നേഹിച്ചുവോ, അതിനെ എല്ലാം നഷ്ടബോധമുളവാക്കുന്നു. ഒരിക്കലും അനുഷ്ഠിക്കാത്ത കുറ്റങ്ങളെക്കുറിച്ചു പോലും അപരാധ ഭീതിയോടെ ചെയ്യുന്നു. നിനക്ക് സ്വസ്തി ഭവിക്കട്ടെ. നന്ദി. ഞാൻ എവിടെ പോയാലും മറക്കുകയില്ല ഒരു നാളും ഭൂജീവിതം എനിക്ക് നൽകിയ ബന്ധുജനത്തെ. അവരെ അതറിയിച്ചാലും നീ. ശരി. നിന്റെ പേരിൽ ഈ സാന്നിധ്യയിൽ ഞാൻ ഉണർത്തിക്കാം. അവരുടെ ആവലാതി സമസ്തവും ശുഭമസ്തു, ശുഭമസ്തു, ശുഭമസ്തു. നാടകപാരായണം ഇവിടെ അവസാനിക്കുന്നു. ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സാർ, എസ് രാധാകൃഷ്ണൻ സാർ, ലീല ചേച്ചി, ലീല പണിക്കർ എന്നിവർ വേദിയിലേക്ക് വരണം. രവിച്ചേട്ടനും അനന്തപുരൻ രവിച്ചേട്ടൻ. ഞാൻ ഈ നാടകത്തിൽ പങ്കെടുത്തവരെ ഈ അനുഗ്രഹീതരായ വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. സാർ ഓരോരുത്തരായിട്ട് വിളിച്ചോട്ടെ. ഓരോരുത്തരും ഇങ്ങോട്ട് വരണം. എഴുമറ്റൂർ സാറിൻ്റെ അടുത്തേക്ക് വരണം. ഇന്ദ്രശബ്ദൻ, ഉദ്യോഗസ്ഥൻ എന്നീ കഥാപാത്രങ്ങൾ ശ്രീ പള്ളിപ്പുറം ജയകുമാർ. ഇന്ദ്രപുത്രി ഗായത്രി. വക്കീൽ ജയകൃഷ്ണൻ കാര്യവട്ടം. കണ്ണാടി പണിക്കാരൻ അച്ഛൻ കഥാപാത്രങ്ങൾ ജനാർദ്ദന അയ്യർ. ഒന്നാം കൽക്കരിക്കാരൻ ദൈവശാസ്ത്ര അധ്യക്ഷൻ പരസ്യം പതിപ്പുകാരൻ രാജ്മോഹൻ കൂളശ്ശേരി. സംസർഗ വിലക്ക് ഉദ്യോഗസ്ഥൻ അനിൽ കരിങ്കുളം. അധ്യാപകൻ ജയൻ പോത്തംകോട്. രണ്ടാം കൽക്കരിക്കാരൻ മാന്യൻ പുരുഷ ശബ്ദം പ്രദീപ് ആറ്റുകാൽ. കാവൽക്കാരി ഡോക്ടർ അനിത ഹരി. ലീന വനിത കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സുജാത അരളാത്ത്. അവൾ ക്രിസ്റ്റീൻ കഥാപാത്രമായി വന്നത് അനിത ശരത്. സങ്കീർത്തകൻ, പെൻഷൻകാരൻ, ഭർത്താവ് എന്നീ കഥാപാത്രങ്ങളുമായി വിജയൻ അവണാകുഴി. അമ്മയെ അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് മംഗളതാര. പ്രോംപ്റ്റർ അവൻ നാവികോദ്യോഗസ്ഥൻ. ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അനിൽ നെടുങ്ങോട്. വേലക്കാരി, പെൺകുട്ടി, സ്ത്രീ ശബ്ദം സെറാഫിൻ നോക്സ്. പച്ചപ്പരിഷ്കാരി ഈഡിത്ത് സധീര ഉദയകുമാർ. വിക്ടോറിയ വിദ്യാർത്ഥിനി ചിത്ര മാധവൻ. ഭാര്യ അഞ്ജന ശ്രീ. ഗതി കൊണ്ടോ ഗതികേട് കൊണ്ടോ 2 പേർ ഈ വേഷം ചെയ്തിട്ട് വേദിയിൽ വന്നിട്ടില്ല. ഒരാളിൻ്റെ മകൻ ആശുപത്രിയിലാണ്, ഒരാളിനൊരു സിനിമയിൽ നല്ല വേഷം കിട്ടിപ്പോയി. ആ ഗതികേട് കൊണ്ടാണ് ഞാൻ കവിയുടെയും അന്ധൻ്റെയും വേഷം ചെയ്യേണ്ടി വന്നത്. വായിച്ചിട്ട് പോലും ഇല്ലായിരുന്നു, അവരാണല്ലോ വായിച്ച് സമയത്ത് വായിച്ചതാണ്. എന്തെങ്കിലും അപാകത ഉണ്ടാക്കി ക്ഷമിക്കണം. അന്ധനും കവിയും കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സംവിധാനം. ബ്രഹ്മാവിനുണ്ടോ ആയുസ്സിന് പഞ്ഞം, കാര്യവട്ടത്തിനുണ്ടോ ഭാഷണങ്ങൾ പറയാൻ വിഷമം. ഈ നാടകത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. സാധാരണ ഒരു സാമൂഹിക നാടകം
കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത് പോലെ ആസ്വദിക്കാവുന്ന ഒന്നല്ല ഈ നാടകം. ഇത് നമ്മളിവിടെ മുമ്പ് ചെയ്തിട്ടുണ്ട്, പാരായണം ചെയ്തിട്ടുണ്ട്. എത്ര തവണ വായിച്ചാലും കുറേ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട് എന്ന് ഈ കൃതി നമ്മളോട് പറയുന്നുണ്ട്. ഭൂമിയും സ്വർഗവുമാണ് ഇതിനകത്തെ മുഖ്യ കഥാപാത്രങ്ങൾ. ഇന്ദ്രപുത്രി സ്വർഗത്ത് നിന്ന് ഭൂമിയിൽ വരുന്നു. ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ കഥകൾ അറിയുന്നു. ശരിക്കും പറഞ്ഞാൽ കഥകളല്ല, കഥയില്ലായ്മകളാണ് അറിയുന്നത്. മനുഷ്യൻ്റെ ദുഃഖങ്ങൾ, ധർമ്മസങ്കടങ്ങൾ, അവൻ്റെ മോഹഭംഗങ്ങൾ, ഇച്ഛാഭംഗങ്ങൾ, സ്വപ്നങ്ങൾ, അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി അവരുടെ തമ്മിൽ പോരും എല്ലാം മനസ്സിലാക്കി അവസാനം കഥയില്ലായ്മ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കഥയില്ലായ്മ എന്താണെന്നറിഞ്ഞ് തിരിച്ച് പോകുന്നതാണ്. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു എന്ന പാട്ടുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് നമ്മുടെ കഥയില്ലായ്മ അറിയുന്നത്. ആ കഥയില്ലായ്മ നമ്മെ ബോധിപ്പിക്കുക എന്നതാണ്. അതാണ് ഭാരതത്തിൻ്റെ സന്ദേശങ്ങളിലൊന്നാണ്. അത് നമ്മുടെ ബുദ്ധ മതവുമായി ബന്ധപ്പെട്ട് ഉള്ള തത്വങ്ങളാണ് ഇതിനകത്ത് വന്നത്. അതുകൊണ്ടാണ് ആഗസ്റ്റ് സ്ട്രിൻബർഗിനെ കൃഷ്ണപിള്ള സാറ് ഏക വിവർത്തനത്തിന് തിരഞ്ഞെടുത്ത കൃതിയായതും. സാറിന് ആഗസ്റ്റ് സ്ട്രിൻബർഗിനോടുള്ള സ്നേഹാദരമാണ്. അതിൻ്റെ സൂചകമാണ് ഈ കൃതി. ഇത് പലതവണ വായിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഈ കഥാപാത്രങ്ങളുടെ ഭാഷണങ്ങൾക്കൊക്കെ ഇതിൻ്റെ സാധാരണ തലത്തിലുള്ള അർത്ഥത്തിനപ്പുറമുള്ള അർത്ഥങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ വീണ്ടും ആവർത്തിച്ച് വായിക്കണം, അല്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കണം. ഈ നാടകം ശ്രദ്ധിച്ചിരുന്നവർക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടി കാണും. നമ്മൾ എന്തിനെല്ലാമോ പരക്കം പായുന്നു, അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നൊരു സന്ദേശം ഇത് തരുന്നുണ്ട്. ഇപ്പോൾ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ഇത്രയും പേരെ 5-8 പേരൊക്കെ ആണെങ്കിൽ ഒരു നാടക റിഹേഴ്സലിന് കയ്യിലൊതുങ്ങും, പിടിയിലൊതുങ്ങും. ഇത്രയും പേരെ നമ്മുടെ സാഹിത്യ സംഘത്തിലെ അംഗങ്ങളെ സംഘടിപ്പിച്ച്, പിന്നെ അതിൻ്റെ പിറകിൽ ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ സാഹിത്യ സഖ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഹൃദയമുള്ള കൂടുതൽ ആളുകൾക്ക് അവസരം ലഭിക്കുന്നതിനൊരു അവസരം ഉണ്ടാക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം നമ്മൾ സാധിച്ചു. അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അതിന് ഇവരെ എല്ലാവരെയും ഇങ്ങനെ മെരുക്കിയെടുത്ത, അത് വേണം വാക്ക് പറയാൻ, മെരുക്കിയെടുത്ത കാര്യവട്ടം ശ്രീകണ്ഠൻ നായരെ ഹാർദമായി അഭിനന്ദിക്കുന്നു. അത് 2 പേരില്ലാത്തതുകൊണ്ട് ആ വേഷം അല്ലെങ്കിൽ ആ ഭാഗം കൂടി പറഞ്ഞു എന്നുള്ളതൊന്നും ഒരു കുറവല്ല. കാരണം അത് ഭംഗിയായിട്ട് അതുകൂടെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അതെ, അതിൻ്റെ നേട്ടം. സമയം പോയത് അറിഞ്ഞില്ല സത്യത്തിൽ. അതാണ് ഇതിൻ്റെ ഈ നാടക പാരായണം. വാസ്തവത്തിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷനാണ് ആകാശവാണിയിലെ നാടകത്തിന് ശേഷം ഈ നാടക പാരായണം സ്റ്റേജിൽ തുടങ്ങിയത്. എത്രയോ കാലമായി അത് തുടരുന്നു. കണ്ണടച്ചിരുന്നാൽ റേഡിയോ നാടകം കേൾക്കുന്നത് പോലെ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ നേട്ടമാണ്. റേഡിയോ നാടകങ്ങളിൽ പങ്കെടുത്ത് തഴക്കം വന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെയും. അതും ഇതിൻ്റെ നേട്ടമാണ്. വളരെ സന്തോഷമുണ്ട്. കാര്യവട്ടം ശ്രീകണ്ഠൻ നായരെ നമ്മുടെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നതിനായിട്ട് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷന് വേണ്ടി ഭരണസമിതി അംഗം ശ്രീ എസ് രാധാകൃഷ്ണൻ ഒരു പൊന്നാട അണിയിക്കുന്നു.
സാറിനെ, കൃഷ്ണമണ സാറിനെ കേരള ഇബ്സൻ എന്നാണ് വിളിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ അദ്ദേഹം രവീന്ദ്ര സാർ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ആകെ തർജ്ജമ ചെയ്തിട്ടുള്ളത് ഒരു നാടകം ഉള്ളൂ. അത് ഒരു പാശ്ചാത്യ നാടകമുള്ളൂ. അത് സ്വീഡനിൽ നിന്ന് വന്ന ഓഗസ്റ്റ് സ്ട്രിൻബർഗ് എഴുതിയ ഈ എത്ര ദുഃഖമയം ലോകം എന്ന ഈ നാടകമാണ്. വാസ്തവം ഇത് കേട്ടു പോകുമ്പോൾ ഒരു കാര്യമുള്ളത്, ഇത് മുഴുവൻ തത്വചിന്തയാണ്, മുഴുവൻ കവിതയാണ്. തുടക്കം മുതൽ എടുക്കാൻ വരെ കവിതയാണ് ഈ നാടകം. വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും ശ്രദ്ധിച്ച് വായിക്കുകയും ചെയ്താൽ മാത്രം നമുക്ക് കൂടെ പോകാൻ കഴിയുന്ന. ഒരു തവണ ആദ്യമായി കേൾക്കുന്നവർക്ക് കുറേ കാര്യങ്ങൾ വിട്ടുപോയി എന്ന് ഒരു വിഷമം വേണ്ട. അങ്ങനെ ആവൂ, അങ്ങനെ സാധിക്കൂ. കാരണം അത്രയ്ക്ക് തത്വചിന്ത കവിതയിൽ പൊതിഞ്ഞ് തന്നുകൊണ്ടേയിരിക്കുകയാണ് സ്ട്രിൻബർഗ് ഈ നാടകത്തിലൂടെ. അത് കൃഷ്ണപിള്ള സാറ് അതിവിദഗ്ധമായി ഭാരതീയമാക്കി മാറ്റുകയും ചെയ്യുന്നു. പാശ്ചാത്യ തത്വചിന്തയെ കൃഷ്ണപിള്ള സാറ് ബ്രഹ്മവും മായയും ഒക്കെ ആക്കി മാറ്റുകയാണ്. ബ്രഹ്മവും മായയും തമ്മിലുള്ള സംസർഗത്തിൽ നിന്ന്, സംസർഗം എപ്പോഴും ഉണ്ടായോ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പതിച്ചിരിക്കുന്നു മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അത് എങ്ങനെയാണോ ആദിപാപം ഉണ്ടായപ്പോൾ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് പതിച്ചു എന്ന് ബൈബിളിൽ പറയുന്നു, പാശ്ചാത്യ സംസ്കൃതി പറയുന്നു. അതുപോലെ അതിനെ വളരെ കൃത്യമായി ഭാരതവൽക്കരിച്ചിരിക്കുകയാണ് കൃഷ്ണപിള്ള സാർ നാടകത്തിലൂടെ. എല്ലാം ഇതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ ഏത് സന്തോഷവും ഏത് സുഖവും ദുഃഖത്തെ ഗർഭത്തിൽ പേറുന്നു എന്നുള്ളതാണ്. അത് പറയുന്നത് തന്നെയുണ്ട്, ഈ ഇന്ദ്രപുത്രി പറയുന്നത് തന്നെയുണ്ട്, ഏത് സുഖവും ദുഃഖത്തെ ഗർഭത്തിൽ പേറുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ച് ജീവിക്കുക, സൂക്ഷിച്ച് ജീവിക്കുക, കണ്ണു തുറന്ന് കാണുക, ചുറ്റുപാടിൽ കണ്ണു തുറന്ന് കാണുക. ഈ സുഖത്തിൽ മതിമറന്നു പോകാതിരിക്കുക, ദുഃഖത്തിൽ വല്ലാതെ ക്ലേശിക്കാതെ ഇരിക്കുക. ഇന്ദ്രപുത്രിയുടെ വാചകങ്ങൾ വളരെ കൃത്യമായിട്ട് സാറത് പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. സാർ പറഞ്ഞ പോലെ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദുഃഖത്തിനും കാരണം ആഗ്രഹങ്ങളാണെന്ന്. ഡിസയർ ഇസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ സഫറിങ്സ്. അത് തന്നെയാണ് ഇന്ദ്രപുത്രിക്ക് സംഭവിച്ചത്. ഇന്ദ്രപുത്രിക്ക് വെറുതെ ഭൂമി ഒന്ന് കണ്ടുപോകാൻ മാത്രമായിരുന്നെങ്കിൽ ഒരു വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ വന്ന് മനുഷ്യനെ കൃത്യമായി മനസ്സിലാക്കണമെന്ന ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണമായത്. ആ മനുഷ്യനെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബജീവിതം നയിക്കണം എന്ന് തോന്നിയതാണ് വളരെ ബുദ്ധിമുട്ടായത്, വലിയ പ്രശ്നമായി തീർന്നത്. അതിനുവേണ്ടി ആളുകളെ മാറി മാറി പരീക്ഷിച്ചിട്ട് ഒരു വക്കീലിനെ കല്യാണം കഴിച്ചതാണ് പരമാബദ്ധമായി തീർന്നത്. അങ്ങനെ എല്ലാം ഇങ്ങനെ ദുഃഖത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമായി തീർന്നു ഇന്ദ്രപുത്രിക്ക്. എന്തുകൊണ്ട്? ആഗ്രഹം, ആവശ്യമില്ലാത്ത ആഗ്രഹം ഇന്ദ്രപുത്രി അന്നേ അച്ഛൻ പറഞ്ഞു, പോകരുത് കുഞ്ഞെ, നീ പോകണ്ട, നീ ഇതാ താഴെ, നാടകം തുടങ്ങുന്നത് എങ്ങനെയാണ്, നീ ഇതാ താഴേക്ക് പതിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ 1ാമത്തെ ലോകം കഴിഞ്ഞു, നീ ഇപ്പോൾ 2ാമത്തെ ലോകത്തിലെത്തിക്കഴിഞ്ഞു, മടങ്ങി വരൂ. ഇന്ദ്രപുത്രി പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല. കുഞ്ഞെ, നീ 3ാമത്തെ ലോകത്തിലേക്ക് പതിച്ച് 3ാം ലോകത്തിൽ എത്തിക്കഴിഞ്ഞു, നീ ഇനിയെങ്കിലും മടങ്ങി വാ. അവൻ ഇല്ല, നീ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് ലോകം മനസ്സിലാക്കിയേ പറ്റൂ, മനുഷ്യനെ മനസ്സിലാക്കിയേ പറ്റുമെന്ന്. ആ ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണമായത്. അതുകൊണ്ട് ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം. എല്ലാ സുഖവും, ഏത് സുഖവും ദുഃഖത്തെ ഗർഭത്തിൽ പേറുന്നു എന്നൊക്കെ ഓർക്കാൻ ആണ് കൃഷ്ണപിള്ള സാറ് ഈ സ്ട്രിൻബർഗിൻ്റെ ഈ നാടകം തർജ്ജമ ചെയ്ത്. അത് എല്ലാവരുടെ ഉള്ളിൽ പതിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ഒരു തവണ ആദ്യം കേട്ടവർ ഇനിയും കേൾക്കണം, ഇല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഈ നാടകം ഒന്ന് വായിക്കണം. ഒരു 3 തവണയെങ്കിലും വായിക്കണം. നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ചു പോയി നാടകത്തെ, അങ്ങേയറ്റം സ്നേഹിച്ചു പോകും പ്രൊഫസർ എൻ കൃഷ്ണപിള്ള എന്ന മഹാഗുരുനാഥനെ. നന്ദി, നമസ്കാരം.